Saudade
4-ാം സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയെ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. എന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുണ്ടാവില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരയിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിർത്തിയെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടവന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ചേർത്ത് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവയെ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ വഹിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വേണ്ടിക്കൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു, പാർക്കുന്നു. ത്രിയേക ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും പ്രിയങ്കരനായ ജയ്സക്രിയ അച്ഛൻ, ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ അളവറ്റ കരുണയാലും കൃപയാലും ഈ വർഷത്തെ ശൂനോയോ സംഗമം നമുക്ക് ഏറ്റവും അനുഗ്രഹകരമായി നടത്തുവാനായിട്ട് ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് സമാപന യോഗമാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ സംഗമത്തിന്റെ സമാപന യോഗമാണ്. ഇന്ന് ഇത്രയും പേര് ഇവിടേക്ക് കടന്നു വന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. നിങ്ങളോട് ഏവരോടുമായി നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ഈ കൂടിവരവ് നമുക്കും നമ്മുടെ ഭവനങ്ങൾക്കും നമ്മുടെ ദേശത്തിനും അനുഗ്രഹകരമാണ്. ബഹുമാനപ്പെട്ട VM എബ്രഹാം അച്ഛൻ ഉദ്ഘാടനം ചെയ്ത ഈ പ്രാർത്ഥനാ സംഗമം പല ഭവനങ്ങളിലായി പല ഭാഗങ്ങളിലായി കടന്നു വന്ന് ഇന്ന് ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇനിയും ശനിയാഴ്ച വൈകിട്ട് പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയും ഞായറാഴ്ച മുതൽ കൺവെൻഷൻ യോഗങ്ങളുമാണ്. 3 ദിവസത്തെ കൺവെൻഷൻ യോഗമുണ്ട്. അതിലും എല്ലാവരും താല്പര്യപൂർവ്വം കടന്നു വരണമെന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും അതേ തുടർന്ന് വചന പ്രഘോഷണവും ഉണ്ടായിരിക്കുന്നതാണ്. 14, 15 നമ്മുടെ പ്രധാന പെരുന്നാളാണ്. അതിനും എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണമെന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് ഈ സമാപന പ്രാർത്ഥനാ സംഗമത്തിൽ നമ്മുടെ ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം കൂട്ടി വരുത്തിയിരിക്കുന്നത് നമ്മുടെ മുൻ വികാരി ആയിരുന്ന ബഹുമാനപ്പെട്ട
ജയ്സക്രിയ അച്ഛനെയാണ്. അച്ഛൻ ഇപ്പോൾ നമ്മുടെ സമീപമുള്ള ജെറുസലേം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വികാരിയാണ്. അദ്ദേഹം പുതുപ്പള്ളിയിലാണ് താമസിക്കുന്നത്. നമ്മുടെ ഈ ചാപ്പലിൽ എന്ത് കാര്യം പറഞ്ഞാലും അതിലൊക്കെ സംബന്ധിപ്പാൻ തക്കവണ്ണം ഉത്സാഹിക്കുന്ന ഒരു അച്ഛനാണ്. എനിക്ക് വളരെ പ്രിയങ്കരനായ ജയ്സക്രിയ അച്ഛനെ നിങ്ങളുടെ എവരുടെയും നാമത്തില് ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. മറരൂപ പെരുന്നാൾ നാം ആചരിച്ചു. അതിൻ്റെ സന്ദേശവും എല്ലാവർക്കും അറിവുള്ളതാണ്. നമ്മുടെ കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ ഇന്നർ സർക്കിളായ പത്രോസും യാക്കോബും യോഹന്നാനും മറുരൂപ മലയിലേക്ക് പോകുകയും അവിടെ വെച്ച് മൺമറഞ്ഞവരും ചരിത്രത്തിന്റെ കണ്ണികളുമായ മോശയും ഏലിയാവും അവരോടൊപ്പം ദിവ്യാനുഭവത്തിൽ പങ്കുചേരുകയും ഇവിടെ 3 കുടിലുണ്ടാക്കട്ടെ, അവിടെ നമുക്ക് ജീവിക്കാമെന്നുള്ള ആഗ്രഹം പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ അത് എന്ത് എന്ന് പോലും അദ്ദേഹത്തിന് പോലും വ്യക്തതമില്ലാതെ ആ ഒരു അനുഭവത്തെ പറഞ്ഞതുപോലെ സമാപന സന്ദേശത്തിൽ, സമാപന ഭവനത്തിൽ, ഇനിയുമുള്ള പള്ളിയിലെ കൺവെൻഷനും ഒക്കെയായി ഈ 15 ദിവസം വളരെ സന്തോഷകരമായി കടന്നു വന്നപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ളത് വളരെ നല്ലത്. ഇതിന്റെ സുഖം അനുഭവിച്ചപ്പോൾ അതിന്റെ സന്തോഷം നമ്മുടെ മനസ്സിൽ ഈ ശിഷ്യന്മാർ പറഞ്ഞതുപോലെയും ആയിരിക്കുമല്ലോ. തിങ്കളാഴ്ച ഈ കേരളത്തിൽ എന്തു സംഭവിക്കുമെന്നുള്ളത് ആർക്കും അറിയത്തില്ല. സമരക്കാര് ഒരു വശത്ത് ശക്തമായ സമരം ചെയ്യുമെന്നും ഗവൺമെന്റ് സമരത്തെ ഏതു നിലയിലും നേരിടുമെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും കഠിനമായ ഒരു അനുഭവം ഉണ്ടായാൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേന്നുള്ള ചൊവ്വാഴ്ച ഈ കേരളത്തിൽ വീണ്ടും ഒരു ഹർത്താലോ അതുപോലെയുള്ള ഒരു സാഹചര്യമോ ഉണ്ടാകാം. സ്വാതന്ത്ര്യ ദിനം നേടിത്തന്നവരും സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വങ്ങളായോളും ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അതിന്റെ ഓർമ്മയിൽ വളരെ സന്തോഷകരമായ അനുഭവത്തിലേക്ക് ഒരുങ്ങുന്ന രാജ്യവും ഈ സംസ്ഥാനവും ഒരുപക്ഷെ എന്തിന്റെ സാക്ഷികളാകും എന്നുള്ളത് അറിയത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം അംഗങ്ങളും അമ്മമാരാണ്. നമ്മുടെ ദേശത്ത് 90% ആളുകളും അമ്മമാരായി തന്നെ നമുക്ക് കാണാം. എന്നാൽ അമ്മയാകുവാൻ ഏതെങ്കിലും കാരണത്താൽ കഴിയാത്ത, ലോകത്ത് അല്പം നിർഭാഗ്യമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടോ അമ്മയാകാൻ കഴിയാത്തവരും നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ ഭവനങ്ങളിൽ ഒക്കെ ഉണ്ടാകാം. ചില ചെറുപ്പക്കാര് വിവാഹത്തിന് തയ്യാറാണ്, പക്ഷേ അമ്മയാകുവാൻ അവർ തയ്യാറല്ല. വിവാഹത്തിന് മുൻപ് തന്നെ കണ്ടീഷൻ വെക്കും, എനിക്ക് പ്രസവിക്കുവാനായിട്ട് മനസ്സില്ല, അങ്ങനെയെങ്കിൽ മാത്രം ഈ വിവാഹവുമായി മുന്നോട്ട് പോയാൽ മതി. രാഷ്ട്രീയ പ്രവർത്തനത്തിനു വേണ്ടി മക്കളെ വേണ്ട എന്ന് നിശ്ചയിച്ച് ഭാര്യാഭർത്താക്കന്മാരായി ഈ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന അതിന്റെ സെക്രട്ടറിയും ഭാര്യയും നമുക്ക് മുമ്പിൽ അങ്ങനെയുള്ള സന്ദേശവും നൽകുന്നുണ്ട്. കന്യാസ്ത്രീകളായവരെ നമുക്കറിയാം. അവർ വിവാഹിതരല്ല, അവർ അമ്മമാരുമല്ല. പക്ഷെ അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികളും അവരുടെ കീഴിലെ രോഗികളും അവരുടെ ശുശ്രൂഷ അനുഭവിച്ച, നേഴ്സായിട്ട് ശുശ്രൂഷ അനുഭവിച്ച മറ്റുള്ളവരും ഒരമ്മയുടെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ തന്നെ അവരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ചില അമ്മമാർ രണ്ടാനമ്മയായി ഈ സമൂഹത്തിന് നല്ല സേവനം ചെയ്യുന്ന ചിത്രങ്ങളും സംഭവങ്ങളും നമ്മുടെ മുൻപിൽ ഉണ്ട്. ഒരമ്മ രണ്ടാനമ്മയായാൽ എങ്ങനെയിരിക്കും എന്നുള്ളത് നമുക്ക് വളരെ ദയനീയമായി സങ്കടത്തോടുകൂടെ ഓർക്കേണ്ടിയിരിക്കുന്നു. ചില ചോദ്യങ്ങൾ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് ചോദിക്കുവാൻ നിർബന്ധിതമാകും. ഒരുപക്ഷെ നിങ്ങൾക്കത് ഭംഗിയായിട്ട് പറയുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ അമ്മയുടെ പേര്, നമ്മുടെ കർത്താവിന്റെ അമ്മയുടെ
അമ്മയുടെ പേര് എന്ന് പറഞ്ഞാൽ ദൈവമാതാവിന്റെ അമ്മയുടെ പേര് ഹന്ന. ഓർത്ത് ഇരിക്കണം, മറക്കരുത്. സഭയുടെ കലണ്ടർ പരിശോധിച്ചാൽ ദൈവമാതാവിന്റെ നാമത്തിൽ 8 പെരുന്നാള് ആചരിക്കുന്നതായിട്ട് കാണാം. ജനുവരി മാസം 15-ാം തീയതി ആദ്യത്തെ പെരുന്നാൾ, വിത്തുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ പെരുന്നാൾ തുടങ്ങി. ഡിസംബർ മാസം 26-ാം തീയതി പുകഴ്ച പെരുന്നാൾ. ഇതിനിടയ്ക്ക് വചനിപ്പ് പെരുന്നാളുണ്ട്, അത് മാർച്ച് 25. മെയ് മാസം 15-ാം തീയതി ആകുമ്പോൾ കതിരുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ. ജൂൺ മാസം 15-ാം തീയതി ദൈവമാതാവിന്റെ നാമത്തിൽ ആദ്യമായി പള്ളി സ്ഥാപിച്ചു എന്നുള്ളതിന്റെ പെരുന്നാൾ. ഓഗസ്റ്റ് 15 ദൈവമാതാവിന്റെ വാങ്ങിപ്പ് ശൂനോയ പെരുന്നാൾ. സെപ്റ്റംബർ മാസം 8-ാം തീയതി ജനന പെരുന്നാൾ. നവംബർ മാസം 21-ാം തീയതി ദൈവമാതാവിന്റെ ദേവാലയ പ്രവേശന പെരുന്നാൾ. അങ്ങനെ 8 പെരുന്നാളാണ് സഭയുടെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വർഷത്തിന്റെ എല്ലാ ബുധനാഴ്ചകളും ദൈവമാതാവിന്റെ മധ്യസ്ഥതയുടെ നല്ല ദിനമായി വ്രതമെടുത്ത് ജീവിക്കുവാൻ സഭ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു, നമ്മളെ സഭ പഠിപ്പിക്കുന്നു. അമ്മയില്ലാത്ത ഭവനങ്ങളെ നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കും. ഏതെങ്കിലും കാരണത്താൽ ആകസ്മികമായ ഗ്രഹനായിക അല്ലെങ്കിൽ അമ്മ വേർപെട്ടു. ഒരു പുരുഷനോ അവൻ മക്കളോ മാത്രമുള്ള ഭവനങ്ങൾ എന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ആ ഭവനങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ഒരമ്മയുടെ ആബ്സെൻസ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അമ്മയില്ലാത്ത ചില മക്കളെയും കുഞ്ഞുങ്ങളെയും പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. ഏതെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം അവർക്ക് നഷ്ടപ്പെട്ടു. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ ചില ഇഷ്ടങ്ങളും ചില അനിഷ്ടങ്ങളും കുസൃതികളും ഒക്കെ കണ്ടാൽ, അവർ പഠിക്കുന്ന കലാലയങ്ങളിൽ, അവരായിരിക്കുന്ന ദേവാലയങ്ങളിൽ, സൺഡേ സ്കൂളിൽ ഒക്കെ പരിശോധിച്ചാൽ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തിലെ ചില വികലതകള്, ചില പ്രയാസങ്ങള് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അമ്മയില്ലാത്ത സഭകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അമ്മയില്ലാത്ത സമൂഹം രണ്ടാനമ്മയെ പോലെ പെരുമാറുന്ന, പഠിപ്പിക്കുന്ന, ആ നിലയിൽ നമ്മുടെ ആരാധനയ്ക്ക് വരുമ്പോൾ പെരുമാറുന്ന ആളുകളെയും നിത്യജീവിതത്തിൽ കാണുവാനും കേൾക്കുവാനും ഇടയായിട്ടുണ്ട്. അമ്മയുള്ള ഒരു സമൂഹമായി, അമ്മയുടെ സ്നേഹം അനുഭവിച്ച മക്കളായി, അമ്മയുടെ അനുസരണമുള്ള മക്കളായി ഈ മലങ്കര സഭയുടെ ഈ വാഗത്താനം അമ്മയുടെ ദേവാലയങ്ങളാൽ സമ്പുഷ്ടമാണ്. മലങ്കര സഭയ്ക്ക് ഇതുപോലെ ദൈവമാതാവിന്റെ നാമത്തിൽ പള്ളികൾ അടുത്തടുത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. 7 അല്ലെങ്കിൽ 8 പള്ളി ഞാൻ എണ്ണിട്ട് 7 പള്ളിയാണ് ഒരു കിലോമീറ്റർ അകലങ്ങളിൽ ഈ സമൂഹത്തിൽ, ഈ വാഗത്താനത്തുള്ളത്. ഇതിന്റെ സ്ഥാപക പിതാക്കന്മാർ ദൈവമാതാവിനോടുള്ള അവരുടെ സ്നേഹവും ഭക്തിയും എത്രമാത്രമായിരുന്നു ഈ ദേശത്തിന്റെ മുൻഗാമികളായ പൂർവികർക്ക് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാം. ദൈവമാതാവിന്റെ മധ്യസ്ഥത അനുഗ്രഹമാണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. പാത്താമ്പട്ടം ചാപ്പല് അതിന്റെ ആരംഭകാലത്ത് കടന്നു വന്നവരും അതിൽ പങ്കുചേർന്നവരും ഇവിടെ ഉണ്ട്. വിവാഹം കൊണ്ട് ഇതിലേക്ക് കടന്നു വന്ന അതിന്റെ ആരംഭം കഴിഞ്ഞ് വന്നവരുമുണ്ട്. ഈ പള്ളി പൊളിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ചാപ്പലിന്റെ അന്തരീക്ഷം, ഞാൻ വൈദിക സെമിനാരിയില് പഠിക്കാൻ പോയത് 1990-94 കാലഘട്ടമാണ്. ആ നാടുകളിൽ ഈ ദേവാലയം കാണുവാനും ഇവിടെ വരുവാനും ഇവിടുത്തെ ആരാധനകളിൽ ഈ പാതാമുട്ടത്തുള്ള വിശ്വാസികളുമായി പരിചയപ്പെടുവാനും ഒക്കെ ഇടയായി. 94-ന് ശേഷം അഭിമന്യ തിരുമേനിയോടൊപ്പം ഞാലിയാവഴിയിൽ ഈ ദയറായിൽ താമസിക്കുമ്പോൾ ഈ ചാപ്പലുമായി കൂടുതൽ പരിചയപ്പെടുവാനും അതിലെ അംഗങ്ങളുമായി സ്നേഹം നിലനിർത്തുവാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചാപ്പലിന്റെ ആദ്യ നാളുകളുടെ അല്ലെങ്കിൽ ഈ പള്ളികൾക്ക് മുൻപുണ്ടായിരുന്ന പള്ളിയുടെ എല്ലാ അവസ്ഥയും എനിക്കറിയാം. ഇപ്പോൾ ഈ ദേവാലയം എത്രമാത്രം ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വഴിയില്ലാതിരുന്ന ഒരു കാലഘട്ടം എന്റെ മനസ്സിലുണ്ട്. കയറിപ്പോകുവാൻ പരിമിതിയായിരുന്ന ഒരു കാലഘട്ടം. പടിഞ്ഞാറ് വശത്തോട്ട് ഒന്ന് ഇറങ്ങി നിൽക്കാൻ പോലും നമുക്ക്
പരിമിതി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ മറ്റു വലിയ ദേവാലയങ്ങൾക്കൊപ്പം തന്നെ ഭംഗിയായ ഒരു എൻട്രൻസ് കവാടവും ഒരു വഴിയും, അതോടൊപ്പം അതിന്റെ പരിസരത്ത് ചെന്നപ്പോൾ സൺഡേ സ്കൂളിന്റെ മനോഹരമായ ഒരു മന്ദിരവും പുതിയ പള്ളിയും എല്ലാം കൂടെ ഈ ദേവാലയത്തെ എത്രമാത്രം സുന്ദരമാക്കി. ഈ ദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക് സ്വർഗം കണ്ടിട്ടില്ല എങ്കിൽ, ഞാൻ വാകത്താനം വലിയ പള്ളിയിൽ പ്രസംഗിച്ച ഒരു സന്ദർഭത്തിൽ ഞാൻ അവിടെ കേട്ടവരോട് ഞാൻ പറഞ്ഞു, സ്വർഗം കണ്ടിട്ടില്ലെങ്കിൽ വാകത്താനം വലിയ പള്ളിക്കകത്ത് ഇരുന്ന് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നോക്കിയാൽ മതി. അതാണ് സ്വർഗത്തിന്റെ ഒരു വലിയ പതിപ്പ്. ഈ പാതാവട്ടം ചാപ്പലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് സ്വർഗം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ, ചാപ്പലിനകത്ത് ഇരുന്നിട്ട് കിഴക്കോട്ട് നോക്കണം, പടിഞ്ഞാറോട്ട് നോക്കണം, തെക്കോട്ടും വടക്കോട്ടും നോക്കണം. ഇതിന്റെ വളർച്ചയുടെ പടവുകൾ കാണണം. അവിടെ സ്വർഗീയമായ അനുഭവം ദർശിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരും അമ്മയുടെ മക്കളായി വളരട്ടെ, അമ്മയുടെ മക്കളായി അനുഗ്രഹിക്കപ്പെടട്ടെ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലെ പത്രത്തിൽ മർത്തോമാ സഭയുടെ വലിയ മെത്രാപ്പോലീത്ത ക്രിസ്തോസ് തിരുമേനി ഒരു ജയിൽ സന്ദർശന വേളയിൽ അദ്ദേഹം അവിടെ കൂടിയിരുന്ന തടവുകാരോട് ഇപ്രകാരം പറഞ്ഞു: അമ്മയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മുമ്പേ ഞാനും ഇവിടെ കടന്നു വരുമായിരുന്നു. ഒരമ്മയുടെ സ്നേഹവും പരിലാളനവും ആ വാത്സല്യവുമാണ് എന്നെ നിങ്ങളെ ഈ സമൂഹത്തിന്റെ നല്ല അമ്മയോ അപ്പനോ മക്കളോ സഹോദരനോ സ്നേഹിതനോ ഈ സഭയുടെ അംഗമാകുവാൻ ദൈവം ശക്തീകരിച്ചത് എന്നുള്ളത് ഓർക്കണം. ദൈവമാതാവ് നിങ്ങളുടെ അമ്മയായി ഒരു നല്ല പ്രതികരണത്തിന്റെയും നല്ല ശബ്ദത്തിന്റെയും ഉടമയായി നിങ്ങൾ സ്വീകരിച്ച്, ദൈവമാതാവിനെ പോലെ ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം ഭവിക്കട്ടെ എന്ന് പറയുന്ന ദൈവശബ്ദത്തിന്റെ ഉടമകളായി തീരട്ടെ. ദൈവമാതാവിനെ കുറിച്ച് ധാരാളം കേട്ട നിങ്ങളോട്, എപ്പോഴും കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ദൈവമാതാവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിരസത ഉണ്ടാക്കും എന്നുള്ള യാതൊരു സംശയമില്ല. ദൈവമാതാവിന്റെ വാങ്ങിപ്പ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അത് പാരമ്പര്യമായി നമ്മുടെ സഭയുടെ വിശ്വാസത്തിലുണ്ട്. പാരമ്പര്യവും വേദപുസ്തകവും നമ്മുടെ ഇരു കാലുകൾ പോലെയോ ഇരു കൈകൾ പോലെയോ അതിന്റെ അടിസ്ഥാനമായി നമുക്ക് മനസ്സിലാക്കാം. വേദപുസ്തകം എഴുതപ്പെട്ട പാരമ്പര്യമാണെങ്കിൽ പാരമ്പര്യം എഴുതപ്പെടാത്ത വേദപുസ്തകമാണ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, വേദപുസ്തകം എഴുതപ്പെട്ട പാരമ്പര്യമാണെങ്കിൽ പാരമ്പര്യം എഴുതപ്പെടാത്ത വേദപുസ്തകമാണ്. ഈ രണ്ട് ചിറകിലാണ് ഈ സഭ വളരുന്നത്, പറക്കുന്നത്. ഈ രണ്ട് കാലുകളിലാണ് ഈ സഭ സഞ്ചരിക്കുന്നത്. ഈ അടിത്തറയുടെ മേലാണ് സഭയെ പണിതിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് വിശ്വസിക്കത്തില്ല എന്ന് പറയുന്ന ആധുനിക സമൂഹത്തിന്റെ ഉടമകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരായിരുന്നവർ ഏതെങ്കിലും ഒരു നിസ്സാര കാരണത്താൽ ഈ സഭ വിട്ട് മറ്റൊന്നിന്റെ വ്യക്താക്കളാകുമ്പോൾ അവരും ഇത് ആവർത്തിച്ചിരിക്കാം. നിങ്ങളെ പോലെ ധാരാളം കേട്ടവരും പഠിച്ചവരും നേരെ ദൈവ മാതാവിനെതിരെ ശബ്ദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. പഴയ നിയമത്തിൽ ഏലിയാവിനെ നമുക്ക് സുപരിചിതമാണ്. ഏലിയാവ് എടുക്കപ്പെട്ടു, ഒരു പുറപ്പ് അദ്ദേഹത്തിൽ നിന്ന് വീണു, അത് എലീശയുടെ മേൽ വീണു. അത് വിശ്വസിക്കാമെങ്കിൽ പുതിയ നിയമത്തിൽ ഷണ്ണനെ സുവിശേഷവും വേദപുസ്തകവും പഠിപ്പിച്ച ഫിലിപ്പോസ് അതിനുശേഷം എടുക്കപ്പെട്ടുവെങ്കിൽ, നമ്മുടെ കർത്താവ് മരണത്തിന് വിജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തെങ്കിൽ, ഇതൊക്കെ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവമാതാവിന്റെ വചനത്തിന്റെ പാരമ്പര്യം വിശ്വസിക്കും. നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നുവെന്ന് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ സാന്നിധ്യവും അത് ഘോഷിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. ആ നിലയിൽ നിങ്ങളുടെ എന്റെ സ്നേഹവും സന്തോഷവും അറിയിക്കട്ടെ. മറിയാം എന്നുള്ള നാമം ഒരു മഹത്വമുള്ള നാമമാണ്. മറിയാം എന്നുള്ള പേരിൽ നിന്ന് അതിന്റെ പല പര്യായ നാമങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് മാമോദീസായിക്ക് രേഖപ്പെടുത്താറുണ്ട്. മറിയാം എന്നുള്ള പേരിൽ നല്ല മഹത്വമുള്ള സ്ത്രീകൾ ജീവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ മോശം സ്ത്രീകളും മറിയാം എന്ന പേരിൽ ഈ ലോകത്ത് സമൂഹത്തിൽ ജീവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം 31-ാം തീയതി പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. സ്വന്തം ആങ്ങളയുടെ ഭാര്യയെ നാത്തുവിന്റെ കയ്യും കാലും തല്ലിയൊടിച്ച സ്ത്രീയുടെ പേര്
മറിയ. സ്വന്തം നാത്തൂന്റെ കയ്യും കാലും തല്ലി ഒടിച്ച് കൊല്ലുവാൻ കൊട്ടേഷൻ കൊടുത്ത ഒരു സ്ത്രീയുടെ പേര് മറിയം. അപ്പോൾ മറിയന്മാരുടെ പേരിന്റെ ചരിത്രം പരിശോധിച്ചാൽ പലരും ഇടത്തും വലത്തും നിൽക്കുവാൻ ഇടയാകും എന്നുള്ള യാതൊരു സംശയമില്ല. ഞാൻ ചില പേരുകൾ ചോദിക്കും, അത് സന്ദർഭം നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയണം. ദൈവമാതാവിന് ധാരാളം പര്യായ നാമങ്ങൾ പെങ്കീസ നമസ്കാരത്തില് അപേക്ഷയുടെ ഭാഗമായി നമ്മൾ ചൊല്ലാറുണ്ട്. അതിൽ ഒന്ന് സ്ത്രീകളുടെ നിന്ദയെ നീക്കിക്കളഞ്ഞ ഒരു പ്രത്യേക പദപ്രയോഗം രണ്ടാം ഹൗവ എന്ന് പറയാറുണ്ട്. ഒന്നാമത്തെ ഹൗവ സ്ത്രീകൾക്ക് ഒരു ശാപവും സ്ത്രീകളുടെ ഇടയിലെ ഒരു നെഗറ്റീവ് ഭാഗമാണെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ അമ്മ രണ്ടാം ഹൗവയായി സ്ത്രീകളുടെ നിന്ദയെ നീക്കിക്കളഞ്ഞുവെന്ന് നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടെ പഠിക്കുന്നു. ഇവിടെ ചിത്രകാരന്മാരോ പടം വരയ്ക്കുന്നവരോ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചിത്രകാരന്മാരായ ആളുകളുണ്ട്. ഒരു മാലാഖയുടെ പടം വരച്ചു തരുവാൻ ഒരു ചിത്രകാരനോട് ആവശ്യപ്പെട്ടാൽ ആ രൂപം ഏത് ഭാവമുള്ളതായിരിക്കും? അത് പുരുഷഭാവമാണോ സ്ത്രീഭാവമാണോ? സ്ത്രീഭാവം ആയിരിക്കും. അതേ ചിത്രകാരനോട് ഒരു യക്ഷിയുടെ ചിത്രം വരച്ചു തരാൻ പറഞ്ഞാൽ അത് പുരുഷഭാവമാണോ സ്ത്രീഭാവമാണോ? അതും സ്ത്രീഭാവമാണ്. സ്ത്രീകൾ തന്നെയാണ് പറഞ്ഞത്, പുരുഷന്മാരാരും അത് പറഞ്ഞില്ല. അതുകൊണ്ട് സ്ത്രീകൾക്കറിയാം ഈ സ്വഭാവത്തിൽ നമ്മളിൽ മാലാഖയുടെയും നല്ലതിന്റെയും ക്രൂരതയുടെയും ഭാവം നമ്മുടെ സ്ത്രീകളിൽ ഉണ്ട് എന്നുള്ളത്. പുതിയ നിയമത്തിൽ 5 മറിയമാർ വളരെ ഹൃദ്യമായി നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതിൽ ചില സ്ത്രീകൾ 5 പേരെ നിങ്ങൾക്കറിയാം. ഞാനൊന്ന് പറയുകയാണ്, നസറേത്തിലെ മറിയ. അതാരാ? നസറേത്തിലെ മറിയ വേദപുസ്തകത്തിൽ ഒരു പേരാണ്. അത് നമ്മുടെ കർത്താവിന്റെ അമ്മയാണ്. ബഥാന്യയിലെ മറിയ അറിയാമോ? ലാസറിന്റെ സഹോദരി. മഗ്ദലയിലെ മറിയം അറിയാമോ? കേട്ടിട്ടുണ്ട്. മഗ്ദലയിലെ മറിയം പാപിനി സ്ത്രീ എന്നും അവരെ കുറിച്ച് മറ്റു ചില കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിലും മലങ്കര സഭയുടെ കലണ്ടറിൽ ജൂലൈ മാസം 22-ാം തീയതി മഗ്ദല മറിയയുടെ ഓർമ്മ ദിവസമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ മാസം 22 മഗ്ദലയിലെ മറിയം. ഒരു പേരും അവർ ജീവിച്ച ദേശവും അവരുടെ ഗ്രാമവും ചേർത്ത് വേദപുസ്തകത്തിൽ അവർ അറിയപ്പെടുന്നു. മറ്റൊന്ന്, 4-ാമത് ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയം. 5-ാമതായിട്ട് ഇങ്ങനെ പറയുന്നു, യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയം. ഈ അമ്മമാരൊക്കെ ജീവിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ അമ്മ നമുക്കെല്ലാം വിളക്കായി ഐശ്വര്യമായി ഈ സഭയുടെ ആദിമ ചരിത്രത്തിൽ നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ശിഷ്യ സമൂഹത്തിന് പ്രചോദനമായി, അവരുടെ എല്ലാമായി ശിഷ്യന്മാർ അവരുടെ ബലഹീനതകളിൽ, പ്രയാസങ്ങളിൽ ദൈവമാതാവിന്റെ സാന്നിധ്യത്തിൽ അവർ ധൈര്യവും അവരുടെ സുവിശേഷ പ്രവർത്തനത്തിന് ബലവുമായി ഉണ്ടായിരുന്നു എന്നുള്ളത് ആദിമ സഭയുടെ ചരിത്രം അപ്പോസ്തല പ്രവർത്തികൾ പറയുമ്പോൾ, യൂദായുടെ സ്ഥാനത്തേക്ക് പകരക്കാരനെ നിർണയിച്ചപ്പോൾ, പെന്തക്കോസ്തിക്കായി കാത്തിരുന്നപ്പോൾ അവിടെയൊക്കെയും നമ്മുടെ കർത്താവിന്റെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആ വ്യക്തിത്വത്തെ മാനിക്കുവാനും ബഹുമാനിക്കുവാനും കൂടുതൽ ഇടയാകട്ടെ. യേശുവിന്റെ അമ്മയെ നിങ്ങൾക്കറിയാം, യോഹന്നാൻ മാർദ്ദാനയുടെ അമ്മയാണ് എലിസബത്ത്, അല്ലേ? മുതിർന്നവര് രണ്ടാമത് പറയുന്നതാണ് ആഗ്രഹിക്കുന്നത്. അല്പം കുഞ്ഞുങ്ങളോടും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളോടും, അവർ പറഞ്ഞില്ലെങ്കിൽ അവരുടെ അധ്യാപകരോടും, അതിനുശേഷം അവർ പറഞ്ഞില്ല ഓഡിയൻസിനോടുമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. യോഹന്നാൻ മാർദ്ദാനയുടെ അമ്മയെ ഇപ്പോൾ നമ്മൾ എലിസബത്ത്, പ്രായമുള്ള അമ്മയുടെ ക്വാളിറ്റി ഞാൻ ആവർത്തിക്കുന്നില്ല. കനാന്യക്കാരിയായ ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു, പേര് പറയുന്നില്ല, പക്ഷെ അവരുടെ ദേശം വെച്ചവർ അറിയപ്പെടുന്നു. കരയുന്ന അമ്മയായി വേദപുസ്തകത്തിൽ അവരാരെ ഓർത്താണ് കരയുന്നത്? ഈ കനാന്യക്കാരി സ്ത്രീ, ഈ അമ്മ ആരെ ഓർത്ത്, ആർക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവിന്റെ മുൻപാകെ കരയുന്നത്? ഏക മകന് വേണ്ടി. ഏസ് അല്ലെങ്കിൽ നോ പറയാം. കനാന്യക്കാരി സ്ത്രീ തന്റെ ഏകജാതനായ മകന് വേണ്ടി കരഞ്ഞു. ശരിയോ തെറ്റോ? ശരി. ഒന്നുകൂടെ ചോദിക്കുന്നു, കനാന്യക്കാരി സ്ത്രീ തന്റെ മകന് വേണ്ടി
നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ കരയുന്നു. ശരിയോ തെറ്റോ? ശരി. ശരിയെന്ന് പറഞ്ഞത് തെറ്റ്. കനാന്യക്കാരി സ്ത്രീ തന്റെ മകൾക്ക് ബോധോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞു. കർത്താവ് മൗനം പാലിച്ചു. ഈ സ്ത്രീ എങ്ങനെയും പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാര് പറഞ്ഞു. കർത്താവ് ഒരു അല്പം പരുക്കൻ വാക്കുപയോഗിച്ചു. ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് വന്നത് എന്നൊക്കെ കർത്താവ് അല്പം പറഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ ഹൃദ്യവും ഭക്തിയുള്ളതുമായ വാക്കുകളുടെ മുമ്പിൽ നമ്മുടെ കർത്താവ് തോറ്റുകൊടുത്തു. ഒരു സ്ത്രീയുടെ മുമ്പിൽ കർത്താവ് തോറ്റെങ്കിൽ അത് കനാന്യക്കാരുടെ സ്ത്രീയുടെ മുമ്പിലാണ്. അങ്ങനെ കർത്താവിനെ തോൽപ്പിക്കുവാൻ, കർത്താവിന്റെ നിലപാടുകൾ മാറ്റുവാൻ, കർത്താവിന്റെ ശൈലിക്ക് മാറ്റം വരുത്തുവാൻ ഈ തലമുറയുടെ അമ്മമാർക്ക്, കരയുന്ന അമ്മമാർക്ക് ഇടയാകട്ടെ. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. അവനുമുണ്ട് ഒരമ്മ. ഒരു സാഹചര്യത്തിൽ അവന് സൗഖ്യം പ്രാപിച്ചു. എല്ലാവരും അവന് ചുറ്റും നിന്നു. അന്നത്തെ അധികാര വർഗം ഇത് ഒരു കുഴപ്പമാക്കി തീർക്കുവാൻ, അവനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുവാൻ തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ, ആര് നിനക്ക് സൗഖ്യം തന്നെന്ന് ചോദിച്ചപ്പോൾ അവൻ യേശുവിനെ വർണ്ണിച്ചു. ഈ വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ ബുദ്ധിയിൽ മാത്രം ചിന്തിച്ച അന്നത്തെ പുരോഹിത വർഗം, അധികാര വർഗം അവന്റെ അമ്മയെ വിളിച്ചു. ഇവൻ നിങ്ങളുടെ മകനായി പിറന്ന കുരുടനായവൻ ഇവനാണോ എന്ന് ചോദിച്ചു. ഇവൻ ആര് സൗഖ്യം കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിയുള്ള അമ്മ പറഞ്ഞ മറുപടി, അവന് പ്രായമുണ്ട്, അവനോട് ചോദിക്കേ. അതാണ് ബുദ്ധിയുള്ള ഒരു അമ്മയെ വേദപുസ്തകത്തിൽ കൂടെ പരിചയപ്പെടുത്തുന്നത്. ഡാൻസുകാരിയായ ഒരു പെൺകുട്ടി പുതിയ നിയമത്തിലുണ്ട്. അവക്കൊരമ്മയുണ്ട്, അവരുടെ പേരും പറയണം. ഇവിടെ ഡാൻസ് അറിയാവുന്ന, ഡാൻസ് എപ്പോഴും വളരെ നിൽക്കുന്ന പെൺകുട്ടികളോട് ചോദിക്കട്ടെ, ആരാണ് വേദപുസ്തകത്തിലെ ഡാൻസറായ ഒരു പെൺകുട്ടി? അവളുടെ അമ്മയുടെ പേര്, പെൺകുട്ടിയുടെ അമ്മയുടെ പേര് ഹെരോദ്യ. ഡാൻസ് ചെയ്ത പെൺകുട്ടിന്റെ പേര്. ഡാൻസർക്കും അമ്മ നല്ലൊരു അമ്മയായിരുന്നു. അമ്മ മിടുക്കിയായിരുന്നു, ബുദ്ധിമതിയായിരുന്നു. പ്രസന്റേഷൻ ചോദിച്ചത് യോഹന്നാൻ മാർത്താനായുടെ തല ഒരു താളത്തിൽ കിട്ടണം. എങ്ങനെയുണ്ട് ഈ അമ്മയും വേദപുസ്തക ചരിത്രത്തിൽ? ഇവരും അമ്മമാരുടെ ഗണത്തിൽ നമുക്ക് പെടുത്താം. മലങ്കര സഭയുടെ ചരിത്രത്തിലെ ഇതിഹാസ പുരുഷനായ പരിമല തിരുമേനിയുടെ അമ്മയുടെ പേര് എന്താ? ചുമ്മാ എറിഞ്ഞു, ചിലപ്പോ കൊണ്ടുവന്നിരിക്കും. ചുമ്മാ എറിഞ്ഞു. ഞാൻ മറിയ എന്ന പേര് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ, അതോ വേറൊരു പേര് പറയുമോ? പേര് പറ. പരിമല തിരുമേനിയുടെ അമ്മയുടെ പേര് ഞാൻ പറയുന്നു മറിയ. നിങ്ങൾ യേസ് വെക്കുമോ അതോ നോ പറയുമോ? ഇങ്ങനെ കുഴപ്പിക്കരുത്. പരിമല തിരുമേനിയുടെ അമ്മയുടെ പേരും മറിയം, അപ്പന്റെ പേര് മത്തായി. കേട്ടോ, ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. സബദി മക്കളുടെ അമ്മ അറിയുമോ? സബദി മക്കളെ അറിയില്ല. സബദി മക്കളുടെ അപ്പന്റെ പേര് സബദി. അല്ലെ, പിള്ളേർക്ക് മുമ്പ് ഇവിടുത്തെ മുതിർന്നവർ ഉത്തരം പറയുക. പിള്ളേരെ ഒന്ന് ഉറക്കാതിരിക്കാനും നോക്കിയിട്ട് നടക്കുന്നില്ല. അഗതികൾക്കൊരമ്മയുണ്ട്. ആരാണ് അവര്? മദർ തെരേസ. തെരുവ് കുട്ടികളുടെ ഒരു അമ്മയെ കുറിച്ച് കഴിഞ്ഞ വർഷത്തിന്റെ വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചു. അവരറിയപ്പെടുന്നത് തെരുവ് കുട്ടികളുടെ അമ്മയെന്നാണ്. പേര് പറയാമോ? പ്രീത അല്ല, റിത. പ്രീത ഇല്ല, റിത പണിക്കർ. കഴിഞ്ഞ വർഷത്തെ വുമൺ ഓഫ് ദി ഇയർ ആണ്. കുമളിയുടെ ഒരു അമ്മ രണ്ടാമമ്മയും കൂടിയായി. നമ്മൾ അവരെ കുറിച്ച് കണ്ടു. കടത്തിണ്ണയിൽ 6 മക്കളുണ്ടായിട്ട് കിടന്നുറങ്ങുന്ന അമ്മയെ പത്രത്തിൽ പരിചയപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയിലും തത്തുല്യമായ മറ്റൊരമ്മയെ കണ്ടു. മക്കൾ ഒത്തിരിയുണ്ട്, പക്ഷേ അമ്മയ്ക്ക് കിടക്കണമെങ്കിൽ വല്ല കടത്തിണ്ണ കിട്ടണം. മക്കളെ വിറ്റ അമ്മയെ കുറിച്ചും TV കണ്ടു. മക്കളെ വിറ്റ് കാശ് വാങ്ങിച്ച അപ്പനെ കണ്ടു. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ ഇനവും നോഹയുടെ പെട്ടകത്തിൽ കയറിയതുപോലെ വിഷമുള്ളതും ശുദ്ധിയുള്ളതും വിഷമില്ലാത്തതും ശുദ്ധിയില്ലാത്തതും എല്ലാം നിറഞ്ഞ ഒരു പെട്ടകത്തിൽ കൂടെയാണ്
ഈ കേരള സമൂഹം മുന്നോട്ട് പോകുന്നത്. പാത്താമുട്ടത്തെ അമ്മമാരോട് മക്കളെ ശപിക്കുമോ? ഇല്ലല്ലേ. മക്കളെ ചീത്ത വിളിക്കുമോ? അതും ഇവിടെ ഇല്ല. മക്കളെ നല്ല വിശ്വാസമുണ്ടോ? ചില മാതാപിതാക്കന്മാർക്ക് ലോകത്താരെ വിശ്വാസം ഉണ്ടെങ്കിലും സ്വന്തം മക്കളെ വിശ്വാസം, കാരണം ഇവന് സ്ഥലം കൊടുത്താൽ ഇവൻ എന്നെ പായിക്കുകയും. അമ്മയ്ക്ക് നല്ല വിശ്വാസമാണ്, ഒരു കാരണവശാലും കൊടുക്കരുത്. അവസാനം ഇവനും പെങ്ങന്മാരോട് അടിച്ചാലും അമ്മ ധൈര്യമായിട്ട് തന്നെ ഈ ലോകം വിടും. എന്താണ് ഇതിന്റെ കാരണം? സ്വന്തം മക്കളെ വിശ്വാസമില്ലാത്ത അമ്മമാര് നമ്മുടെ സമൂഹത്തിലുണ്ട്. മക്കളെ ഭയമുള്ള അമ്മമാരുണ്ട്. മകൻ സന്ധ്യയ്ക്ക് വരുമ്പോൾ വിറയ്ക്കുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്നേഹിക്കപ്പെട്ടവര്, ധാരാളം ജനം നമ്മുടെ ഇടയിലുണ്ട്. മലയാള മനോരമയുടെ ഒരു പേപ്പർ പ്രസിദ്ധീകരിക്കുന്ന ഒരു ചെറിയ ശകലമാണ് BS വാര്യരുടെ ഉൾക്കാഴ്ച എന്ന് പറയുന്ന ഒരു ലേഖനം. വിദ്യാർത്ഥികളും അല്പം കോമൺ സെൻസും അറിവും വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പത്ര കട്ടിങ് വായിക്കണം. അമ്മയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഇട്ടിരിക്കുന്നത് ജൂലൈ 4-ാം തീയതി 2013. ഞാൻ ഇവിടുത്തെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പത്രം ഇങ്ങനെ വായിക്കും. പത്താമിടത്ത് വന്നാൽ എന്താ പറയണ്ടേ? കഴിഞ്ഞ വർഷം പ്രസംഗം കേട്ടവർ ഇവിടെ ഉണ്ട്. ആവർത്തിക്കാതിരിക്കണം. സമാപന പ്രസംഗമാണ്. എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും എന്തെല്ലാം പറയണോ ചിന്തിച്ചു വന്നപ്പോൾ തൊട്ടടുത്ത ബുധനാഴ്ചയാ തോന്നി ഉൾക്കാഴ്ച പേജ് വരുന്നത്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: അമ്മയെ അറിയാത്തവർ. അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ പറയുകയാണ്. ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകത്തിലെ ആദ്യ ശ്ലോകത്തിലെ സൂചന കേൾക്കുക. ഞാൻ ജനിച്ച വേളയിൽ അമ്മ പല്ല് കടിച്ചു, ദുസ്സഹമായ വേദന അനുഭവിച്ചു. ഞാൻ മലിനമാക്കിയ ശയ്യ 1 വർഷം എന്നോടൊപ്പം പങ്കിട്ടു. എന്നെ ഗർഭം ധരിച്ചിരുന്ന 9 മാസം അമ്മയുടെ ദേഹം ശോഷിച്ചു, വേദനിച്ചു കഴിഞ്ഞു. ഇതിനെല്ലാം പകരം തരാൻ എനിക്ക് കഴിഞ്ഞില്ല. പൂ പോലെ ഭാരമായി തോന്നുന്ന വേളയിൽ ദുർബല ഗർഭം സുഖമായി ചുമക്കുകയാണ് മാതാവെന്ന് പ്രേമസംഗീതത്തിൽ ഉള്ളൂർ പറയുന്നു. ദശസൂര്യ സമ മാതാ അഥവാ 10 സൂര്യൻ സമമാണ് അമ്മയെന്ന് നീതിസാരം പറയുന്നു. എത്ര വലിയ കുറ്റത്തിനും മാപ്പ് നൽകുന്ന കോടതിയാണ് അമ്മയെന്ന മനസ്സെന്ന് ചൊല്ല് നിങ്ങൾ കേട്ടിരിക്കും. മാതൃസ്നേഹത്തെ വൃത്തത്തോട് ഉപമിക്കാറുണ്ട്. അതിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. അത് വട്ടം ചുറ്റി പോയിക്കൊണ്ടിരിക്കും. എന്നും വികസിക്കും. അടുത്തു വരുന്ന ഏവരെയും സ്പർശിക്കും. പ്രഭാതത്തിലെ മഞ്ഞനെ പോലെ അത് ഏവരെയും വലയം ചെയ്യും. ക്രമേണ ഇളം ചൂട് പകരും. സായാം സന്ധ്യയിലെ താരാഗണത്തെ പോലെ പുതപ്പിക്കുകയും ചെയ്യും. അതൊരിക്കലും അവസാനിക്കുന്നില്ല. അമ്മ തല്ലിയാലും മക്കൾ എന്ത് വിളിച്ചു കരയും? അമ്മ എന്ന് വിളിച്ചു കരയും. ഇവിടെ അതാണ് രേഖപ്പെടുന്നത്. അമ്മ തല്ലിയാലും അമ്മയെ വിളിച്ചാണ് കുട്ടികൾ കരയുക. പ്രശസ്ത കവി റോബർട്ട് ഫോസ്റ്റ് പറഞ്ഞത്, ഒരു കുഞ്ഞിനെ മുതിർന്നയാളാക്കി വളർത്തിയെടുക്കാൻ ഒരമ്മയ്ക്ക് 20 വർഷം വേണം. മറ്റൊരു സ്ത്രീ 20 മിനിറ്റ് കൊണ്ട് അയാളെ വെറും വിഡ്ഢിയാക്കി കളയും. എന്താണ് അതിന്റെ അർത്ഥം? വല്ലതും മനസ്സിലായി? ഒരമ്മയ്ക്ക് 20 വർഷം വേണം ഒരുവനെ നന്നാക്കി എടുത്തുകൊണ്ടുവരാൻ. 20 മിനിറ്റ് കൊണ്ട് മറ്റൊരു സ്ത്രീക്ക് ഇവനെ വെറും വെട്ടിയാക്കാം. ആരാണ് ആ സ്ത്രീ? ഭാര്യയാണ്. വെറുതെ അല്ല ഭാര്യ, വെറുതെ ഒരു ഭാര്യ. കഴിയുമെങ്കിൽ സിനിമ കാണണം. വെറുതെ ഒരു ഭാര്യ. ഇപ്പോൾ ടിവിയുടെ റിയാലിറ്റി ഷോയുടെ ലോകത്ത് വെറുതെ അല്ല ഭാര്യയും. ഒരു ഫ്ലാറ്റെങ്കിലും ഉത്സാഹിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഭാര്യമാർ നിങ്ങളുടെ കുടുംബത്തിന്റെ വെളിച്ചവും ഐശ്വര്യമായി തീരട്ടെ. മറ്റൊന്ന്, ഒരു ഇംഗ്ലീഷ് മൊഴിയും കൂടെ പറഞ്ഞ് അത് ആ റൈറ്റിംഗ്സ് അവസാനിക്കുകയാണ്. ഈശ്വരന് എല്ലായിടത്തും എത്താൻ കഴിയാത്തതിനാൽ അമ്മമാരെ സൃഷ്ടിച്ചു. ഈശ്വരൻ എല്ലാ സ്ഥലത്തും എത്തുവാൻ കഴിയാത്തതിനാൽ ആരെ സൃഷ്ടിച്ചു? അമ്മയെ സൃഷ്ടിച്ചു. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ഇന്ന് എന്നോട് സ്നേഹം കൂടും. അടുത്ത വർഷവും അച്ഛനെ വിളിക്കണമെന്ന്
പറയുമായിരിക്കും, എന്റെയും ബുദ്ധിയും അതൊക്കെ ആയിരിക്കാം. മാതാവിടത്തൊക്കെ ഒന്ന് വന്ന് നിങ്ങളുടെ കൂടെ ഇങ്ങനെയൊക്കെ പങ്കിടാൻ പറ്റും. അപ്പൊ അടുത്ത വിട ഈ നമ്പറൊക്കെ ഞാനൊന്ന് മാറ്റും. അടുത്ത വിട ഞാൻ അമ്മമാരെ കിട്ട് ആ വർഷത്തെ പത്രത്തിലെ പ്രധാന വാർത്തകളെല്ലാം കൂടെ ചേർത്ത് പറയാൻ നിർബന്ധിതമായെന്നിരിക്കാം. സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് ഞാൻ ദൈവമാതാവെന്ന അമ്മയെ വിടുന്നു. ഞാനൊരു കൊച്ചമ്മയെ പരിചയപ്പെടുത്താം. അമ്മയുടെ സഹോദരി ഒന്നെങ്കിൽ കൊച്ചമ്മ എന്ന് വിളിക്കപ്പെടും, അല്ലെങ്കിൽ അമ്മയുടെ ചേടത്തിയെ നമ്മളെന്നാ വിളിക്കുന്നത്. അത് കൊച്ചമ്മയായിരിക്കും. അമ്മയുടെ ചേടത്തി പേരമ്മ, ഭർത്താവിന്റെ അവിടുത്തെ പുരുഷന്റെ ചേടത്ത്. സ്വന്തം അമ്മയുടെ സഹോദരിയെ നമ്മളെന്താ കൊച്ചമ്മ വിളിക്കല്ലേ? നിങ്ങളൊന്ന് പറ, എന്തായാലും വിളിക്കേ? കൊച്ചമ്മ, പേരമ്മ, പേരമ്മ അല്ലെ കൊച്ചമ്മ. എന്തായാലും ഞാൻ ദൈവമാതാവെന്ന് പറയുന്ന അമ്മയെ നിങ്ങൾക്ക് വാർത്താവിട്ടക്കാർക്ക് കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞും നിങ്ങൾ അങ്ങ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ അമ്മയെ ഇത്രയും പശ്ചാത്തലങ്ങളൊക്കെ കുറെ അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. മാതൃത്വത്തിന്റെ വിലയെക്കുറിച്ചും മാതൃത്വത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അവരെ എല്ലാം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറി മറ്റൊരു ട്രാക്കിലേക്ക് കൊണ്ടുപോവാണ്. അമ്മയുടെ സഹോദരി, നമ്മുടെ കർത്താവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇടിമക്കൾ എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ബോവനേർഗസ് എന്നറിയപ്പെടുന്നവരുടെ അമ്മയെ കുറിച്ച് പറയുന്നു. സബദിപുത്രന്മാരുടെ അമ്മയെന്ന് പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു. ഈ അമ്മയുടെ പേര് പറയാമോ? മർക്കോസിന്റെ സുവിശേഷത്തിൽ ആ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവിന്റെ അമ്മയുടെ സഹോദരിയായ ഒരമ്മയുടെ പേര് രക്ഷയില്ല. ഇതല്പം പഠിപ്പിക്കലാകാം, ഒരു പ്രസംഗമാകാം, നിങ്ങൾക്ക് എന്തുമാകാം. നമ്മുടെ കർത്താവിന്റെ അമ്മയുടെ സ്വന്തം സഹോദരിയായ അമ്മ, സബദി മക്കളുടെ അമ്മയെന്നറിയാം, ഇടിമക്കളുടെ അമ്മയെന്നറിയാം. ക്രൂശിനരികെ കർത്താവിന്റെ അവന്റെ അമ്മയുടെ സഹോദരി എന്നുമുണ്ട്. പരിശുദ്ധനായ മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ ശലോമ എന്നൊരു പേര് പ്രതിപാദിക്കുന്നു. കേട്ടിട്ടുണ്ടോ ഈ പേര്? പുരുഷന്മാർ കേട്ടിട്ടുണ്ടോ? ശലോമ. സ്ത്രീകൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു പേരുണ്ട്, ശലോമ. നമ്മുടെ കർത്താവിന്റെ അമ്മയുടെ സ്വന്തം സഹോദരി. അതിന് അമ്മയ്ക്ക് സഹോദരി ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ കർത്താവിന് അപ്പനും അമ്മയും ഉണ്ടോ? യുയാക്കീമും ഹന്നയും. ഈ അമ്മയുടെ സഹോദരിയാണ് ശലോമ. ഈ അമ്മയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്, ഈ കൊച്ചമ്മയെ പരിചയപ്പെടുത്തുകയാണ്. വേദപുസ്തകത്തിലെ പേരെഴുതപ്പെട്ട അമ്മമാരിൽ ശ്രദ്ധേയമായ വ്യക്തിത്വം, യുണീക് പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അമ്മയെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. 12 ശിഷ്യന്മാരിൽ അവരുടെ അമ്മമാരിൽ നിന്ന് ശ്രദ്ധേയമായി നിൽക്കുന്നു ഈ അമ്മ. ഈ അമ്മയുടെ ആഗ്രഹം പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഈ വാക്യം വായിപ്പിക്കാം. ആരെങ്കിലും വായിക്കാമോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയും. ഈ മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഒരു അമ്മയുടെ, ഒരു കൊച്ചമ്മയുടെ, ഒരു സ്ത്രീയുടെ മക്കളെ സ്നേഹിക്കുന്ന ഒരു നല്ല സ്ത്രീയുടെ ആഗ്രഹം. അന്ന് സബദിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്ക് വന്നു, നമസ്കരിച്ചു, അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണമെന്ന് അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. കേട്ടോ, എല്ലാവരും വായിച്ചത് കേട്ടോ? സബദി മക്കളുടെ അമ്മ നമ്മുടെ കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട്, കർത്താവാരാ? ജ്യേഷ്ഠത്തിയുടെ അല്ലെങ്കിൽ സഹോദരിയുടെ പുത്രനാണ്. ഏകദേശം കർത്താവിനെ കുറിച്ച് എല്ലാം ഈ അമ്മയ്ക്കറിയാം. ഈ അമ്മ വന്നിട്ട് തന്റെ സഹോദരി പുത്രനായ നമ്മുടെ കർത്താവിനോട് പറയുകയാണ്. വന്നിച്ചു, വളരെ ബഹുമാനപൂർവ്വം എല്ലാ ഭാവങ്ങളും പ്രകടിപ്പിച്ചതിനു ശേഷം ഈ അമ്മ ആഗ്രഹം അറിയിച്ചു,
ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ അരുളി ചെയ്യണം. ഈ നിലപാട് പോസിറ്റീവാണോ നെഗറ്റീവാണോ? അന്നത്തെ ശിഷ്യ സമൂഹം കർത്താവിനോട് പ്രതികരണമൊക്കെ കൊടുത്തു. അതിന്റെ വെല്ലുവിളിയെ കുറിച്ച് മനസ്സിലാക്കി. ശിഷ്യന്മാർ 10 പേർക്കും ഇത് കേട്ട് നീരസമുണ്ടായി എന്നാണ് 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഞാൻ ഈ അമ്മയെ നെഗറ്റീവ് കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റുകയാണ്. ഈ അമ്മയെ പോസിറ്റീവായ ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരമ്മയ്ക്ക് ഈ ഒരു ആഗ്രഹം അത് തെറ്റാണെന്ന് പറയാമോ? അത് സ്വാർത്ഥതയാണെന്ന് പറയാൻ പറ്റുമോ? എന്റെ മക്കൾ രണ്ടുപേരും നിന്റെ ഇടത്തും വലത്തും ഇരിക്കണം. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇവിടെ ഒത്തിരി അമ്മമാരിപ്പുണ്ട്. മക്കള് ആമക്കള് രണ്ടിലധികമോ ചിലപ്പോ ഒന്നോ, നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം. ഏതെങ്കിലും ഒരമ്മ സ്വന്തം മകനെ കുറിച്ചോ മകളെ കുറിച്ചോ കർത്താവിനോട് ഇതുപോലെ ഒരു വാക്ക് പറയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? ഇല്ല. ഒരാൾ നിന്റെ വലതു ഭാഗത്തും ഒരാൾ നിന്റെ ഇടതു ഭാഗത്തും ഇരിക്കുവാൻ ഭാഗ്യമുണ്ടാകണമേ, കരുണ തോന്നണമേ എന്നൊരു അമ്മ പ്രാർത്ഥിച്ചെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അമ്മയുടെ പെരുന്നാളും അമ്മയുടെ നോമ്പും ഇത്രയും പ്രാർത്ഥനാ സംഗമങ്ങളും സുവിശേഷം കേൾക്കുന്ന എല്ലാ മാതൃഹൃദയത്തോടും ചോദിക്കട്ടെ, നിങ്ങൾക്ക് രണ്ടായിരിക്കാം മക്കൾ. ഒരു കാലത്ത് 8ഉം 10ഉം മക്കളുണ്ടായിരുന്നു. ഇപ്പൊ അത് താഴോട്ട് പോകുന്ന ഓരോ വർഷവും ഗവൺമെന്റും സമൂഹവും വിദ്യാഭ്യാസ ചെലവുകളും വളർത്താനുള്ള ചെലവുകളും എല്ലാം കൂടെ നമ്മളെ അവസാനം 2 വരെ എത്തിച്ചു. ആ 2ൽ നിന്ന് ഇപ്പോൾ വീണ്ടും 1. കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയും നമ്മൾ 2ഉം നമ്മൾ 1ഉം നമുക്കാരും വേണ്ട എന്ന് പോലും പറയാം. നമ്മുടെ തിരുമേനി അവസാന നാളുകളിലെ ചില പ്രസംഗങ്ങളൊക്കെ ഞാൻ തിരുമേനി പ്രസംഗം കേട്ടു. മക്കള് 1ഓ 2ഓ പോരാ, മക്കള് കൂടുതലുണ്ടാകണം. ഈ സഭ അനുഗ്രഹിക്കപ്പെടണം. എന്തുകൊണ്ട് ഈ മധ്യ തിരുവിതാംകൂറും തെക്കൻ ഏരിയയിൽ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞു? കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂടി. കാര്യം മനസ്സിലായല്ലോ. ജനസംഖ്യ വർധനവും വ്യത്യാസവും വന്നപ്പോൾ ചില നിലപാടുകൾ മാറേണ്ടി വന്നു. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും ഒത്തിരി കടക്കുന്നില്ല. ഈ അമ്മയുടെ ചരിത്രം പരിശോധിക്കാം. ഈ അമ്മയുടെ മക്കളെ നമുക്കൊന്ന് ചരിത്രത്തിൽ കൂടെ പരിശോധിക്കാം. മണരൂപമലയിൽ ഓഗസ്റ്റ് 6 സന്ദേശമാണ്. നമ്മുടെ കർത്താവിന്റെ ഇന്നർ സർക്കിളിൽ ഈ അമ്മയുടെ മക്കൾ 2 പേരുമുണ്ട്. ആരാണവർ? ഈ അമ്മയുടെ മക്കളുടെ പേര് പറയണം. യാക്കോബും യോഹന്നാനും ഇന്നർ സർക്കിളിന്റെ അംഗങ്ങളാണ്. പത്രോസും യാക്കോബും യോഹന്നാനും കൂടിയാണ് മണരൂപമലയിൽ കർത്താവിനോടൊപ്പം പോയത്. യായിറോസിന്റെ ഭവനത്തിൽ വെച്ച് ആ പ്രത്യേക സന്ദർഭത്തിൽ മകളെ വേർപ്പിക്കുന്ന സംഭവത്തിലും ഈ 2 സഹോദരങ്ങളും കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഗെത്സമന തോട്ടത്തിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. ഒരിക്കൽ കർത്താവ് ശമര്യ വഴി യെരൂശലേമിലേക്ക് കടന്നു വരുവാൻ തീരുമാനിക്കുന്ന ഒരു സന്ദർഭത്തിൽ ശമര്യ യേശുവിനെ തടയുമെന്ന് ഒരു പ്രത്യേക ഒരു റൂമർ അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഉണ്ടായി. ഈ യാക്കോബും യോഹന്നാനും ഇടിമക്കൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. അതിന്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ ഇടിമക്കൾ എന്ന പേരിന്റെ അർത്ഥം അവർ ഇത്ര സ്ട്രോങ് ആണെന്നാണ് ഒരർത്ഥം. അല്പം തീവ്രവാദമുണ്ട്. എടാന്ന് വിളിച്ചാൽ എന്നാടാന്നോ അല്ലെങ്കിൽ പോടാന്നോ പറയാനുള്ള ഒരു ചങ്കൂറ്റം അവർക്കുണ്ട്. അങ്ങനെ അവരുടെ ഭാവം ഇങ്ങനെ ആയിരുന്നത് കൊണ്ട് യേശുവിനെ തടയുമെന്ന് പറഞ്ഞപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, ഇവനെയൊക്കെ നമുക്ക് തട്ടിക്കളയാം. ഏലിയാവിന്റെ കാലത്ത് അഗ്നി ഇറങ്ങിയതുപോലെ. അപ്പൊ കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഏതാത്മാവിലാണ് ഇത് പറയുന്നത്? ഇന്നത്തെ കാലത്ത് അഗ്നി ഇറങ്ങാൻ ബോംബിടുന്ന് പറയാം അല്ലെ? നമ്മുടെ നാട്ടിൽ ഇപ്പം ചെറിയ ബോംബുകൾ കിട്ടാണ്ടോ? ഒറ്റയേറെ കൊടുത്താൽ മതി, കുറെ എണ്ണത്തിനൊക്കെ തകർക്കും. ഇന്നും മനുഷ്യന് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ എന്ത് ക്രൂരതയും ഏത് കൊലപാതകവും ചെയ്യാൻ മടിയില്ല. ശിഷ്യന്മാര് പോലും കർത്താവിന്റെ കൂടെ ഈ ഇത്രയും നാൾ നടന്നിട്ട് അവരിൽ പോലും വികാരം കൂടി നിന്നു, പ്രതികാര വാഞ്ചയുണ്ടായി. കർത്താവ് ശാസിച്ചു. ആ ശാസന കേട്ടതും ഈ സഹോദരങ്ങളാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു മുൻപ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ നാളുകളിൽ 7 ശിഷ്യന്മാർ അവരുടെ പഴയ തൊഴിലിലേക്ക് മീൻ പിടിക്കാൻ പോയി. ആ കൂട്ടത്തിൽ ആരുണ്ട്? ഈ 2 പേരുമുണ്ട്.
അപ്പൊ ഇവരുടെ പ്രസൻസ് വേദപുസ്തകത്തിൽ പലയിടത്തും നമുക്ക് സന്ദേശമായി കിടപ്പുണ്ട്. ഈ ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിയെന്ന് മാത്രം. ഈ അമ്മയുടെ കർത്താവിന്റെ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് ആഗ്രഹിച്ച മക്കളിൽ ഒന്നാമൻ യാക്കോബ്. യാക്കോബിന്റെ ചരിത്രം വലിയ യാക്കോബ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വലിയ യാക്കോബാണ്. വേറെ യാക്കോബ് കൂടി ഉണ്ടായിരുന്നു. ശിഷ്യ സമൂഹത്തിൽ ആദ്യം രക്തസാക്ഷി ആയത് ആരാണെന്ന് അറിയാമോ? യാക്കോബാണ്. എന്നാൽ ക്രിസ്തീയ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? സ്തേഫാനോസ് ആണ്. സ്തേഫാനോസ് രക്തസാക്ഷിയായപ്പോൾ 12 അപ്പോസ്തല സമൂഹത്തിൽ ആദ്യം രക്തസാക്ഷിയായി തീർന്നത് ഈ യാക്കോബാണ്. പടകും വലയും അപ്പനെയും വീടിനെയും വിട്ട് ഇറങ്ങിത്തിരിച്ച യാക്കോബും യോഹന്നാനും നമ്മുടെ മുമ്പിൽ തിരുവചനത്തിൽ ഉണ്ട്. ധൈര്യശാലികളും തന്റെ ഇടമുള്ളവരുമായ നല്ല സ്പിരിറ്റിന്റെ ഉടമകളായിരുന്നുവെന്നും ഇവരുടെ ജീവചരിത്രം അവരെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ യാക്കോബ് സ്പെയിൻ എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ വിശുദ്ധനായിട്ട് അറിയപ്പെടുന്നു. ഏകദേശം യാക്കോബിനെ കുറിച്ചുള്ള അറിവ് ഈ നിലയിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. രണ്ടാമത്തെ സഹോദരൻ അല്ലെങ്കിൽ രണ്ടാമത്തെ മകൻ യോഹന്നാൻ. കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യനെന്നും കർത്താവിനെ സ്നേഹിച്ച ശിഷ്യനെന്നും ഒക്കെ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അവന്റെ മാറോട് ചേർന്ന് സ്നേഹം അനുഭവിച്ചയാണെന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന യോഹന്നാൻ വേദപുസ്തകത്തിൽ എത്ര കൃതികൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്? യോഹന്നാന്റെ പേരിൽ 5 കൃതികളുണ്ടെന്ന് പറയുന്നു. ശരിയോ തെറ്റോ? ചോദിക്കരുത് അല്ലെ, അത് ചോദിക്കരുത്. സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് എന്ന് പറയാമോ എത്ര കൃതിയുണ്ട്, ഏതൊക്കെയാണ്? 5 പറഞ്ഞു. യെസ്, അങ്ങനെയെങ്കിൽ 5 കൃതികൾ ഏതാണ്? പെട്ടെന്ന് പറയാം. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ 3 ലേഖനം, വെളിപാടും, യോഹന്നാന്റെ വെളിപാട്. 5 കൃതികൾ യോഹന്നാന്റെ പേരിൽ വേദപുസ്തകത്തിലുള്ളപ്പോൾ യോഹന്നാന്റെ പാണ്ഡിത്യവും യോഹന്നാന്റെ അറിവും വ്യക്തമാണ്. യോഹന്നാൻ ന്യായമായ വേദശാസ്ത്ര അറിവുള്ള ഒരു വ്യക്തിത്വമായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് വ്യക്തമായി അറിയണമെങ്കിൽ വെളിപാട് പുസ്തകത്തിന്റെ രചനാ ശൈലി, അതിന്റെ ഭാഷാ ശൈലി, പ്രതിപാദന ശൈലിയിൽ കൂടെ യോഹന്നാന്റെ യോഗ്യത നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തലന്മാരിൽ ഏറ്റവും അവസാനം മരിച്ച അപ്പോസ്തലൻ ആരാണെന്ന് പറയാമോ? അതും യോഹന്നാൻ കേട്ടോ. ഇതിപ്പോ ഞാൻ യോഹന്നാനെ കുറിച്ച് പറഞ്ഞേച്ച് ഓരോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി പിടികിട്ടും. നിങ്ങൾ പറയാൻ വേണ്ടി യോഹന്നാനാണ് ഏറ്റവും അവസാനമായി ഈ മരിച്ചത്. ദൈവമാതാവിന്റെ സംരക്ഷകനായിരുന്നു. ആണോ? ദൈവമാതാവിന്റെ സംരക്ഷകനായിരുന്നു. ദൈവമാതാവ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ആരാണ്? അമ്മയുടെ സഹോദരി. അപ്പോൾ അമ്മയുടെ സ്ഥാനി അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യം അല്ലേ? അമ്മയുടെ സഹോദരി നമ്മുടെ അമ്മയുടെ സ്ഥാനമാണ്. അപ്പൊ ഈ യോഹന്നാനെയാണ് നമ്മുടെ കർത്താവ് ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അമ്മയെ നമ്മുടെ കർത്താവ് പറഞ്ഞില്ലെങ്കിലും ഈ സഭ സംരക്ഷിക്കുകയായിരുന്നു. ആദിമ സഭയും ശിക്ഷ സമൂഹവും സംരക്ഷിക്കുമായിരുന്നു. എന്നാലും സഭയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ യോഹന്നാൻ ശ്ലീഹായെ ആ ചുമതല ഏൽപ്പിച്ചു. അമ്മയെ സംരക്ഷിക്കണം, അമ്മയുടെ കാര്യം നോക്കണം. ഈ അമ്മയുടെ സംരക്ഷണ ചുമതലയാണ് സഭയുടെ ആത്മീയതയിൽ യോഹന്നാൻ ശ്ലീഹ ഏറ്റെടുത്ത ദൗത്യമാണ് നമ്മളും ഇന്ന് നിർവഹിക്കുന്നത്. പാത്താമുട്ടത്ത് യോഹന്നാൻ ശ്ലീഹമാരാണ് ആര്? നിങ്ങൾ ഓരോരുത്തരും. കാരണം എന്താ? നമ്മുടെ കർത്താവിന്റെ അമ്മയെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുന്നു, സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കുന്നു. പുത്രവാത്സല്യത്തോടും മാതൃവാത്സല്യത്തോടും കൂടെ ഈ ബന്ധം ഈ പാത്താമുട്ടത്ത് നിലനിൽക്കും. യോഹന്നാന്റെ ജീവചരിത്രം പരിശോധിച്ചാൽ ദുരുപദേശങ്ങളുടെ ഒരു ഘട്ടത്തിൽ ശക്തമായ വാക്കുകളും ശക്തമായ നേതൃത്വവും യോഹന്നാനായിരുന്നു. പത്മോസ് ദ്വീപിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തി. നേരം
നാടുകിടത്തി. അവിടെ ഏകാന്തതയിലും കർത്തൃ ദിവസം ആചരിക്കാൻ മേലാത്ത ഒരു പ്രത്യേക അനുഭവത്തിൽ അദ്ദേഹം ഏകാന്ത തടവിന് വിധിക്കപ്പെട്ടപ്പോഴും വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ഇങ്ങനെ എഴുതി, കർത്തൃ ദിവസത്തിൽ ഞാൻ, ബാക്കി പറയാമോ? യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിലെ ഏകാന്തതയിൽ ഒരു കർത്തൃ ദിവസത്തെ ആചരിക്കുവാൻ സാധിക്കാത്ത ഒരു അനുഭവത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, കർത്തൃ ദിവസത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി. അല്ലേ? നമ്മളൊക്കെ കർത്തൃ ദിവസത്തിൽ രാവിലെ ഇറച്ചിക്കട പോകുമായിരുന്നു. പണ്ടത്തെ ചില ആളുകൾ രാവിലെ എഴുന്നേറ്റ് ഇറച്ചിക്കട പോകും. അവിടെ നിന്ന് ഇറച്ചിയൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ വരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. കാരണം പണ്ട് ആഴ്ചയിൽ ഒന്നേ ഇറച്ചി കിട്ടുള്ളൂ. ഇന്നിപ്പോ 24 മണിക്കൂറും സാധനം കിട്ടും. അതുകൊണ്ട് ഇറച്ചിക്കട പോകണ്ട. കർത്തൃ ദിവസത്തിൽ ചില കുഞ്ഞുങ്ങള് അവധിയില്ലേ, അന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന് ചില അമ്മമാര് വെക്കും. പിള്ളേർ കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ നല്ല അമ്മമാരെ ഉണർത്തി സൺഡേ സ്കൂളിൽ വിടും. അമ്മയോട് ഉച്ച ചോദിക്കും, അമ്മ എപ്പോഴാ വരുന്നേ? നീ വെക്കോ അല്ലേ? അമ്മ പുറകെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും കൊച്ചു തന്നെ പോകാനിരിക്കും, അല്ലെ കൊച്ചിനെ കൂട്ടി വിടുന്നിരിക്കും. എല്ലാം നല്ലതാണ്, പിള്ളേരെ ആദ്യം വിടും നല്ലതാണ്, അമ്മ കൂട്ടത്തിൽ വരും നല്ലതാണ്, ഭക്ഷണം ഉണ്ടാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ അതിനെ നെഗറ്റീവായിട്ടൊന്നും കമന്റ് ചെയ്യുന്നില്ല. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായിരുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അത്രമാത്രം കർത്തൃ ദിവസത്തെ ആദരിച്ചും യോഹന്നാൻ ശ്ലീഹ സഭയുടെ ഒരു കന്യയായിരുന്നു. ഈ യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിന്റെ അപ്പോസ്തലനെന്ന് അറിയപ്പെടുന്നു. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ യോഹന്നാൻ ശ്ലീഹ ആണെങ്കിൽ സ്നേഹത്തിന്റെ കൂദാസി എന്താണ്? വിവാഹം. സ്നേഹത്തെ കുറിച്ച് തിരുവചനം പറയുന്നു, ദൈവം സ്നേഹമാകുന്നു. അതിന്റെ ഇംഗ്ലീഷ് ഗോഡ് ഈസ് ലവ്. സ്നേഹമെല്ലാം ദൈവമാകുമോ? എല്ലാ സ്നേഹവും ദൈവമാകത്തില്ല. ദൈവമുള്ളവർ സ്നേഹമുള്ളവരാണ്. അവരുടെ മുഖത്തിന് പ്രസന്നത ഉണ്ടാകും. അവർ ശാന്തമായും സൗമ്യമായും സംസാരിക്കും. അവർ മറ്റുള്ളവരുടെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേരും. മറ്റുള്ളവരുടെ വിജയത്തിലും ഉയർച്ചയിലും സന്തോഷിക്കും. ദൈവസ്നേഹമുള്ളവർ നിഗളിക്കത്തില്ല, സ്പർദ്ധിക്കത്തില്ല, അയോഗ്യമായി സംസാരിക്കത്തില്ല, എല്ലാം ക്ഷമിക്കും, എല്ലാം പൊറുക്കും. ശരിയാണോ? ഇതാണ് ദൈവസ്നേഹത്തിന്റെ ചില ലക്ഷണങ്ങൾ. ഇവിടെ കറണ്ട് ഉണ്ട്, ഇവിടെ ഫാൻ കറങ്ങുന്നുണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, തുണി തേക്കേണ്ടപ്പോൾ ഇലക്ട്രിക് അയണും ചൂട് നൽകും. ഈ ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ എതിരെയൊക്കെ കടന്നു പോകുന്നതോ അവിടെ വ്യത്യസ്തങ്ങളായ റിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ആത്മീയ ചൂടുള്ളവരും ഉണർവുള്ളവരും ചില സൈനികരോടും ചില പ്രതികരണങ്ങളിൽ സൗമ്യതയുള്ളവരും തണുപ്പുള്ളവരും ഒക്കെയായി കുളിർമയുള്ളവരുമായി ആക്കി തീർക്കാം. ഈ അപ്പോസ്തലന്മാർ രണ്ടുപേരും അമ്മയുടെ മക്കളായിരുന്നല്ലോ. ഏതമ്മയുടെ? സബദി മക്കൾ അല്ലെങ്കിൽ സലോമയുടെ മക്കളാണ്. ഈ അമ്മ ഒന്നും ആഗ്രഹിച്ചു, നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ഈ മക്കൾ എടുത്തും മരത്തും ഇരിക്കണം. ഈ സ്വപ്നം ഈ കാലഘട്ടത്തിൽ ഇന്ന് ആവശ്യമല്ലേ? ഈ തലമുറയ്ക്ക് ഇതുപോലെയുള്ള സ്വപ്നമുള്ള അമ്മമാർ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മക്കളെ കുറിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ഒരാള് അമ്മയാകുവാൻ ഒരുങ്ങുന്നു എന്ന് അറിയുന്ന നിമിഷം മുതൽ ആ കുടുംബം സന്തോഷിക്കും. ഒരു അതിഥി ഒരു ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കുടുംബം എത്ര സന്തോഷത്തോടെയാണ് അതിനെ വരവേൽക്കുന്നത്. വളരുന്ന ഓരോ നിമിഷങ്ങളിലും അവന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ ശബ്ദങ്ങളിലും അവൻ പിച്ച് വെച്ച് നടക്കുന്ന ഓരോ ചുവടുകളിലും അനേകർ സന്തോഷിക്കുന്നു. ചൊല്ലും ചോറും കൊടുത്ത് സഭയും കുടുംബവും അവനെ ഷേപ്പ് ചെയ്യുന്നു. 13 വയസ്സാകുമ്പോൾ അവൻ ഏത് പ്രായത്തിലേക്ക് കയറും? ടീനേജസിലേക്ക് കയറും. എത്രാമത്തെ വയസ്സ് വരെ ടീനേജസ്? 13 to 19. 13ാമത്തെ വയസ്സിൽ തുടങ്ങി 19ാമത്തെ വയസ്സ് വരെയുള്ള ടീനേജസിന്റെ വെല്ലുവിളിയുടെയും പ്രലോഭനങ്ങളുടെയും ഫാഷന്റെയും എല്ലാ നന്മതിന്മകളുടെ ലോകത്ത് ഇവർ കടന്നു വരുമ്പോൾ ചില അമ്മമാർക്ക് കൃത്യമായി അവരുടെ മക്കളെ നിയന്ത്രിക്കുവാനും വളർത്തുവാനും സാധിച്ചിട്ടുണ്ട്. ചില അമ്മമാർക്ക് അവരുടെ നിയന്ത്രണത്തിനപ്പുറമായി മക്കൾ പോയതുണ്ട്. അങ്ങനെ മക്കൾ കൈവിട്ടു പോകുമ്പോൾ ജീവിതം ആത്മഹത്യയിലെത്തിയ ചില പേരൻസ് ഉണ്ട്.
രോഗിയായവരുണ്ട്, തകർന്ന് തരിപ്പണമായവരുണ്ട്, പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ തകർന്നപ്പോൾ സ്ട്രോക്ക് ഉണ്ടായവരുണ്ട്, മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായി പലരും പല രീതിയിൽ പ്രതികരിച്ചവരുണ്ട്. ഈ വെല്ലുവിളിയുടെ ഈ പ്രായം നമ്മുടെ എല്ലാ കുട്ടികളും അവർ ആ നിലയിൽ അറിവുള്ളവരും ബോധ്യമുള്ളവരുമായി വളരണം. നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം വളരെ ഭംഗിയായി നമ്മുടെ കുഞ്ഞുങ്ങളെ ഷേപ്പ് ചെയ്യും. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അങ്ങനെ ദേവാലയത്തിൽ കൂടെ, ഭവനത്തിൽ കൂടെ, പുരോഹിതന്മാരുടെ, മാതാപിതാക്കന്മാരുടെ സ്നേഹവലയത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഷേപ്പ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ അമ്മയുടെ സഹോദരിയായ സലോമ ആഗ്രഹിച്ചതുപോലെ എന്റെ മകൻ കർത്താവിന്റെ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ ഇരിക്കുവാൻ കരുണ തോന്നണമേ എന്ന് ആഗ്രഹിക്കുന്നത് ഈ തലമുറയ്ക്ക് തെറ്റല്ല. ഈ ലോകത്ത് ഫാഷൻ വളരെയധികം കയറിപ്പോകും. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണ ശൈലി നിങ്ങൾക്കറിയാമല്ലോ. റിയാലിറ്റി ഷോയും ലൈവ് ഷോകളും ടിവിയിൽ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലജ്ജ തോന്നാറുണ്ട്. ചില പരസ്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളോട് വെച്ചിരുന്ന ടി വി പോലും കാണാൻ വേണ്ട. ഞാൻ അന്നേരം തന്നെ ആ പരസ്യം വരുമ്പോൾ അടുത്ത ചാനലിലേക്ക് മാറുകയാണ്. എന്റെ മക്കളും ബുദ്ധിയുള്ളവരായതുകൊണ്ട് ആ പരസ്യം വരുമ്പോൾ മക്കളും ചാനലിൽ മാറ്റും. കാരണം റിമോട്ട് ആരുടെ കയ്യിലിരിക്കുന്നുവോ അവരത് വേണ്ട വിധത്തിൽ കാണാൻ കൊള്ളാത്ത ഇതൊക്കെ ഏത് പരസ്യമാണെന്ന് ഏത് മലയാളം ചാനൽ കണ്ടാലും മതി. എന്തിനാണ് ഈ വസ്ത്രത്തോടുത്ര ഈ വെറുപ്പ് ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നത്? സ്നേഹിക്കപ്പെട്ടവര്, നമ്മുടെ കുഞ്ഞുങ്ങളും ക്രൈസ്തവ പാരമ്പര്യത്തിലുള്ളവരും ഒക്കെ ഈ സർവ കോപ്രായങ്ങൾക്കും ഉടമകളാകാറുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട ഒരു കുടുംബമുണ്ട്. ഞാൻ ഇരുന്ന ഒരു ദേവാലയത്തിലെ അംഗമായിരുന്നു. അവർക്ക് കൂടുതൽ ആത്മീയ ഉണർവുണ്ടായി ഈ സഭയുടെ അംഗത്വം വിട്ട് മറ്റ് ആധുനിക നവീകരണ സഭകളുടെ ഒരു ശൈലിയിലേക്ക് അവർ പോയി. ഇവർ ഇന്നും എന്റെ സുഹൃത്തുക്കളും സ്നേഹിതരുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ഭവനത്തിൽ അവരുടെ സഹോദര കുടുംബത്തിൽ ഒരു വിവാഹ ശുശ്രൂഷ ഉണ്ടായി. ഞാൻ അതിന് പ്രധാന കാർമ്മികത്വവും പങ്കാളിത്തവും ഒക്കെ ആയിട്ട് ആ ഭവനത്തിലുണ്ട്. ഈ ആത്മീയ ഉണർവെന്ന് പറഞ്ഞ് ഈ സഭയുടെ ഇതിനേക്കാൾ നല്ല ആത്മീയത എന്ന് പറഞ്ഞ് മറ്റൊരു ലോകത്തിലേക്ക് പോയ ആ ഭർത്താവിനെ വലിച്ചുകൊണ്ടുപോയ സ്ത്രീ ഒരുങ്ങി വന്നത് കണ്ടപ്പോൾ ആത്മീയത എവിടെ, സൗന്ദര്യവൽക്കരണം എവിടെ, ലിപ്സ്റ്റിക്കിന്റെ കളറ് ഒരു പരിധി കഴിഞ്ഞാൽ വട്ടുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ തോന്നിപ്പോയി. വസ്ത്രധാരണത്തിന്റെ ഫാഷനും സാരിയുടെയും അതിന്റെ ഉടുക്കുന്ന രീതിയുടെ എല്ലാം ഭാവം മാറി. ഈ ചില ഫാഷൻ ഷോകളിൽ പരേഡിന് വരുന്നത് പോലെയാണ് പ്രിയപ്പെട്ടവര് ഈ ആത്മീയത കൂടിയവര് ഒരുങ്ങി വന്നത്. ആത്മീയത കൂടിയവർ പള്ളിക്കകത്ത് വന്നാൽ സ്ത്രീയുടെ സ്ത്രീത്വത്തിന്റെ അവരുടെ യോഗ്യത അവർ മറക്കുകയാണ്. തലയിൽ കൂടെ മൂടുപടമിട്ട് ഒരു സ്ത്രീയെ കാണുന്നിടത്തോളം സൗന്ദര്യമുണ്ടോ? തലയുടെ മൂടുപടം മാറ്റി വെറും തല കണ്ടാൽ ഉണ്ടോ? വെറുതെ ഒരു സ്ത്രീയുടെ തല കാണുന്നതിനേക്കാൾ എത്രയോ ചൈതന്യവും ഭംഗിയുമാണ് ആ തലമുടി മൂടിയൊന്ന് ഒരു വസ്ത്രം ഇട്ട് കിടക്കുന്നത്. നിങ്ങൾ തന്നെ വീട്ടിൽ ചെന്ന് മുതിർന്നവര് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഈ രണ്ടു രീതിയിലും ഷോളിട്ടും നെറ്റിട്ടും സാരി തലപ്പിട്ടും നോക്കണം. നിങ്ങളുടെ ഫോട്ടോ എടുത്തു വെച്ചാൽ ഏതായിരിക്കും? ചില ആളുകളോട് ഞാനൊരു ഡയലോഗ് പറഞ്ഞാൽ അവർക്ക് പിടിക്കത്തില്ല. ഒരു നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണം. എന്തിനാ? അത്യാവശ്യം ഏത് സമയത്തും വരാം. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. എനിക്ക് താടിയൊക്കെ ഒന്ന് വളർത്തി കഴിഞ്ഞ ഇടയ്ക്ക് വളരുമ്പോന്നറിയാൻ ഞാൻ പരീക്ഷിച്ച് വെച്ച് ഇതിനേക്കാൾ ഇച്ചിരി വളർത്തി. ഞാൻ അങ്ങനെ വളർത്തി ഒരു ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സാറിന്റെ വീട്ടിൽ വന്നു. സാറ് എന്നെ അന്ന് എന്റെ അച്ഛന് ഇത്രയും പ്രായമൊക്കെ ഇല്ലുണ്ട്. അച്ഛൻ ഇതിന് ഇതൊക്കെ വളർത്തി എന്നെ സ്നേഹത്തോടെ സാറ് എന്നെ ഉപദേശിച്ചു വിട്ടു. ഞാൻ വീട്ടിൽ ചെന്ന് വെട്ടി. ഭാര്യ ചോദിച്ചു, ഇന്നെന്നാ ഒരു ഏതാണ്ട് ഒരു വ്യത്യാസമുണ്ട്, ഇന്ന് വന്നിട്ടെന്താ ഏതാണ്ട് ഒരു സ്വഭാവം ഒരു മാനസാന്തരപ്പെട്ടെന്ന് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. ഇന്ന് ഇവിടെ അപ്പച്ച ഒരു സാറ് പറഞ്ഞു, അച്ഛൻ ഇത് ചേർന്നല്ല. ഞാൻ എന്തായാലും അതിന് മുമ്പ് തന്നെ ഒരു ഫോട്ടോ എടുത്തു വെച്ചു. ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു, ഈ ഫോട്ടോ കളയരുത്. ഇത്രയും കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അവിടെ നല്ലൊരു പടം എടുത്ത് വെക്കണം.
മുഖ സൗന്ദര്യം ഉണ്ടാകുന്ന, നിങ്ങളുടെയൊക്കെയും തലമുറകൾക്ക് ആസ്വദിക്കാവുന്ന നല്ല ചിത്രങ്ങൾ ഉണ്ടാകട്ടെ. അത് ഏതാ നല്ലതെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കും. ഇവിടെ ദൈവമാതാവിന്റെ ഒരു ചിത്രം അവിടെ ഇരിപ്പുണ്ട്. ദൈവമാതാവ് ആ തലമുടി മൂടിയിരിക്കുന്ന പടം. ഇന്ദിരാഗാന്ധിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നമ്മുടെ വടക്കുമുണ്ടപ്പള്ളിയിൽ ഇടവകയിലെ വളരെ ഭക്തനും നീതിമാനുമായ ഒരു അച്ഛനായിരുന്നു പുറകുളത്തച്ഛൻ. ഈ പുറകുളത്തെ അച്ഛന് ഇന്ദിരാഗാന്ധിയോട് ഭയങ്കര സ്നേഹമാണ്. അത് കോൺഗ്രസ് എന്നുള്ള മാത്രമല്ല, ഒരുപക്ഷെ പഴയകാല മനുഷ്യർക്കുള്ള കോൺഗ്രസ് ബന്ധമൊക്കെ ആയിരിക്കാം. അച്ഛൻ പറയുന്നത് ഇന്ദിരാഗാന്ധി ഒരിടത്ത് പ്രസംഗിക്കാൻ ഈ സ്റ്റേജിൽ നിൽക്കും. അപ്പൊ വളരെ അതിന്റെ പ്രൊട്ടക്ഷൻ വലയത്തിനപ്പുറമാണ് അതിന്റെ മറ്റുള്ളത് ഇരിക്കുന്നത്. അപ്പൊ ടി വിയിലൊക്കെ നമുക്ക് കാണാം. അച്ഛൻ പറയായിരുന്നു, നമ്മുടെ ദൈവമാതാവിന്റെ മുഖത്തോട് നോക്കുന്ന പോലെയാണ് ഇന്ദിരാഗാന്ധി ഇങ്ങനെ മൂടുപടമൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടത്. ഞാൻ അച്ഛന്റെ ആ നിർമ്മല മനസ്സിനെ ഞാൻ മറന്നിട്ടില്ല. ഇന്ദിരാഗാന്ധിക്ക് മാത്രമല്ല, ഏതൊരു സ്ത്രീയും നമ്മുടെ കർത്താവിന്റെ അമ്മയുടെ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ആർക്കും തോന്നും മൂടുപടമിട്ട് നിന്നാൽ. കോട്ടയം പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭംഗിയായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. വസ്ത്രധാരണം മാന്യമായിരിക്കട്ടെ, അത് വ്യക്തിത്വത്തിന്റെ നന്മയ്ക്കായിരിക്കട്ടെ, വ്യക്തിത്വം മറ്റുള്ളവരുടെ മുമ്പിൽ അവഗണിക്കപ്പെടുവാൻ ഇടയാകാതിരിക്കട്ടെ, എല്ലാവരും സാക്ഷ്യമുള്ളവരാകുവാൻ ഇടയാകട്ടെ. ഈ കൊച്ചമ്മ എന്ന് നമ്മൾ ഇത്ര ദൂരം പറഞ്ഞത് കർത്താവിന്റെ അമ്മയുടെ സഹോദരി ആഗ്രഹം ഇതാണ്, കർത്താവിന്റെ കൂടെ ഇടത്തും വലത്തും ഇരിക്കണം. ഈ തലമുറയുടെ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ആരുടെ അടുത്ത് പോയി ഇരിക്കണമെന്ന് പറഞ്ഞാൽ ചിലർ പറയും എനിക്ക് മോഹൻലാലിന്റെ അടുത്ത് പോയി ഇരിക്കണമെന്ന് വേണം പറയുന്നവരുണ്ട്, അല്ലെ മമ്മൂട്ടിയുടെ അടുത്ത് ഇരിക്കണമെന്ന് പറയും. അതുപോലെ ആരുടെയെങ്കിലും പേരുകൾ നിങ്ങൾ പറയുമായിരിക്കും. ക്രിക്കറ്റ് ആരാധകന്മാർക്ക് സച്ചിനെ തൊട്ടാ മതി എന്ന് പറയും, അല്ലെ? ഓരോരുത്തർക്കും അവരുടെ ഹൃദയങ്ങളിൽ ചിലർ പതിഞ്ഞിരിക്കുകയാണ്. യെരുശലേം പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഒരു ടാലന്റ് കോമ്പറ്റീഷൻ നടത്തി. എന്ന് പറഞ്ഞാൽ പലതരത്തിൽ അവരുടെ താരന്തകളെ വിലയിരുത്തി ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസിന് ആളിന് ഒന്നാം സമ്മാനം ഒരു പെർഫോമൻസ് നടത്തി. അതിലെ പല ഘട്ടങ്ങൾ കൂടെ വന്നപ്പോൾ ജഡ്ജസ് ഒരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ ജഡ്ജസിനെ കമ്പയർ ചെയ്ത ആളുകൾ ചോദിച്ചു, മൺമറഞ്ഞ തലമുറയിൽ നിന്ന് നിങ്ങൾക്കൊരു അധികാരം അല്ലെങ്കിൽ ഒരു വരം കിട്ടുകയാണ്, ഒരാളെ ജീവിപ്പിക്കാം. ഒരു ചെറുപ്പക്കാരോട് ചോദിച്ചു, ആരെ ആ വരം കിട്ടിയാൽ ഉയർപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെക്കുവരെ. ആരാന്നറിയോ? ചെക്കുവരെ എന്ന് കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എന്നാ കാലമൊന്നും എനിക്കറിയത്തില്ല, വളരെ സമൂഹത്തിന് വലിയ സന്ദേശം നൽകിയ രക്തസാക്ഷിയെ കടന്നുപോയ ഒരാളെയാണ് അദ്ദേഹത്തിന് വരം കിട്ടിയാൽ ഉയർപ്പിക്കുന്നത്. ചെക്കുവരെ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐക്കാർ ആ പടം കടമെടുത്തുന്നുള്ളൂ. അദ്ദേഹം ഈ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ഏത് കാലഘട്ടത്തിൽ അറിയൂ, 1890 അപ്പോൾ ഞാനൊരു തർക്കത്തിലേക്ക് അതുപോലെ. അപ്പൊ ഒരു വിപ്ലവ ആശയമുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ കോമ്പറ്റീഷൻ പറഞ്ഞതാണ്. അപ്പം അദ്ദേഹത്തോട് അതിൽ തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ട്? പല കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ കൃത്യമായിരുന്നു. അത് അവരുടെ താരന്ന് പരിശോധിക്കുന്ന ഒരു മത്സരത്തിന്റെ ഭാഗമായിരുന്നു. പോട്ടെ, നിങ്ങളോടും എന്നോടും ഇതുപോലെ ഒരു വരം തന്നാൽ നിങ്ങളും ആരെ ഉയർപ്പിക്കുമെന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ നോക്കും. പണ്ട് ഒരച്ഛനെ കുറിച്ച് കൃഷ്ണസുന്ദരിമയുടെ കഥയുണ്ട്. ഒരച്ഛൻ പള്ളിയിൽ വന്നു, അച്ഛന് അങ്ങോട്ട് കഴിവ് അങ്ങോട്ട് വലുതായിട്ടില്ല. ആൾക്കാർക്ക് അച്ഛനെ കുറിച്ച് ഒരു മതിപ്പില്ല. ആൾക്കാർ കമന്റ് പറഞ്ഞു, ഈ അച്ഛൻ ഒരു അത്ഭുത രോഗശാന്തി ഒന്നും ഒരു കഴിവില്ല. അപ്പൊ അച്ഛൻ ഇത് മനസ്സിലായപ്പോ അച്ഛന് തന്നെ മനസ്സിലാക്കി ഇവിടുത്തെ നിലനിൽപ്പ് അപകടത്തിലാണ്. അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഈ കഥ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലേ? ഇല്ലേ? അത് കേട്ടിട്ടില്ലേ? എന്നാ പറഞ്ഞേക്കാം, രക്ഷപ്പെട്ടു. ക്രിസ്മസ് തിരുമേനിയുടെ കഥയാണ് കേട്ടോ. അച്ഛൻ അത്ഭുതം വലിയ സർട്ടിഫിക്കറ്റ്. ഇപ്പം ഞാനും അച്ഛനും ഒക്കെ നിങ്ങളുടെ കൂടെ ചുറ്റുപിടിച്ചാൽ നിങ്ങൾ ഡീസന്റ് അറിയാതില്ല. അപ്പൊ ഞങ്ങള് അങ്ങനെയൊക്കെ വേണം പറയാം. ഇപ്പൊ ചില അച്ഛന്മാരെ കുറിച്ച് പിന്നെ ഞങ്ങൾ ഭയങ്കരമാണ് നിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പോ ഈ അച്ഛന് അത്ഭുതം ആണ് ജനത്തിന് ആവശ്യമെന്ന് കണ്ടപ്പോൾ അടുത്ത ഞായറാഴ്ച അത്ഭുതം പ്രവർത്തിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അച്ഛൻ കുർബാനയെല്ലാം കഴിഞ്ഞു. മർത്തോമാ സഭയിലെ അച്ഛന്റെ കാര്യം പറഞ്ഞതാണ്. അച്ഛൻ തിരുമേനി അവരുടെ കാര്യമായിരിക്കുമല്ലോ പറയുന്നത്. എന്തായാലും നമ്മുടെ ആണെന്ന് വിചാരിച്ചു.
അദ്ദേഹം ഈ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് നേരെ സെമിത്തേരിയിലേക്ക് അച്ഛൻ പോയി. അപ്പൊ അച്ഛന്റെ പിന്നാലെ വിശ്വാസികൾ അത്ഭുതം കാണാൻ പോയി. അച്ഛൻ ആദ്യത്തെ ഒരു കബറിനെ ചെന്നിട്ട് പറഞ്ഞു, ഈ കബറിൽ അവസാനമായി അടക്കിയിരിക്കുന്ന ആളെ ഇപ്പൊ ഉയർപ്പിക്കാൻ പോകുന്നു. അപ്പോഴത്തേക്ക് ആ കബറിന്റെ ഉടമസ്ഥന് ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ അച്ഛ ഉയർപ്പിക്കരുത്, കാരണം ഈ അമ്മ ഒത്തിരി ദിവസം ഞാൻ കഷ്ടപ്പെട്ട് ചുറ്റുപിടിച്ച് രോഗിയായി കിടന്ന് അടക്കിയതാ. ഇനി അമ്മച്ചി ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഇനി എനിക്ക് അമ്മയെ നോക്കാനായിട്ടുള്ള പ്രായം പറ്റുകയുള്ളൂ. അപ്പൊ എന്നാ വേണ്ട അവര് സമയം. അപ്പൊ അടുത്ത കബറിങ്കിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ കബറിന്റെ ഉടമസ്ഥൻ ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ പറഞ്ഞച്ച ഈ കബർ ഇനി ഉയർപ്പിക്കരുത്, കാരണം ഭാര്യ മരിച്ചു പോയതാണ്, പുള്ളി രണ്ടാമത് കെട്ടുകയും ചെയ്തു. ഇനി അതോടെ വന്നാൽ ഇത് രണ്ടിനെ കൂടെ മാനേജ് ചെയ്യാൻ അവിടെ അദ്ദേഹവും അച്ഛന്റെ അത്ഭുതത്തിന് അവസരം ഒരുക്കിയില്ല. അച്ഛൻ അവിടെ അടുത്ത കബറിങ്കിൽ പോയി. അപ്പൊ അവിടെ ഒരു കൊച്ച് കബറടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കൊച്ചിന്റെ അമ്മ ഓടി വന്നു, എന്റെ അച്ഛൻ ഇനി ആ കൊച്ചിനെ ഉയർപ്പിക്കണേ, കാരണം വേറെ 3 അതിനുശേഷം ഉണ്ടായിപ്പോയി. അവിടെ ഇനി അതോടെ ഉണ്ടായ 4 വളർത്താനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം ആർക്കും അത്ഭുതം വേണ്ട. അത്ഭുതകരമായ ഇതൊരു കഥ എന്നെ സ്പർശിച്ചു. ക്രിസ്തോസത്തിന് വേണ്ട ഒരു പുസ്തകമുണ്ട്, ക്രിസ്തോസം ചിരിപ്പിക്കുന്നു നാം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകത്തിലെ കഥയാണ്. നമുക്കൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണെന്ന് ആവശ്യം. കർത്താവിന്റെ കൂടെ മക്കളെ ഇരുത്താൻ എത്ര പേരൻസിന് താല്പര്യമുണ്ട്. അവൻ ഇപ്പൊ ഈ പ്രാവശ്യം മെഡിക്കൽ എൻട്രൻസ് എഴുതിയിട്ട് കിട്ടാത്തവരുണ്ടാകാം. എഞ്ചിനീയറിംഗ് പിന്നെ എല്ലാവർക്കും കിട്ടും, എങ്ങനെയും നമുക്ക് എവിടെയെങ്കിലും സംഘടിപ്പിക്കാം. ഈ ദേവാലയത്തിൽ അംഗങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും MBBS കിട്ടി വെച്ചാൽ ഇല്ലെന്ന് തോന്നുന്നു. എന്റെ ഇടവകയെന്ന് ഒരാൾക്ക് കിട്ടി. കൊല്ലം അസീസിയില് MBBS അഡ്മിഷൻ എടുത്തു. അങ്ങനെ നാളുകൾക്ക് ശേഷം അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മുടെ യെരൂശലേം പള്ളിയിലെ നേരത്തെ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററായിരുന്ന സണ്ണി സാറിനെ ചിലർക്കൊന്നും അറിയാം, അദ്ദേഹത്തിന്റെ മോനാണ് കിട്ടിയത്. അപ്പൊ മക്കളെ വലിയവരാക്കണം. ഈ MBBS കിട്ടിയവൻ മക്ബഹായിലെ ശുശ്രൂഷക്കാരനാണ്. നമ്മുടെ മക്ബഹായിൽ കാലുവെച്ച് അവിടെ ശുശ്രൂഷ ചെയ്ത കുഞ്ഞുങ്ങൾ നേരെ ചൊവ്വേ ജീവിച്ചാൽ, മര്യാദയ്ക്ക് ജീവിച്ചാൽ നല്ല നിലയിലെത്തും. അതല്ല മതവായിക്കകത്ത് കയറി കസർത്തും അല്ലെ ഒരു വാക്ക് ഉടായ്പ ഒരു വാക്കായി ഉപയോഗിക്കുന്നത് ചില നമ്പറൊക്കെ ആയിട്ട് മതവായിക്കകത്ത് നിന്ന് ഫോൺ ചെയ്യുന്നവർ ഉണ്ടെന്നാണ് പറയുന്നത്. മതവായിക്കകത്ത് നിന്ന് തുബുരേന്റെ സമയത്ത് മൊബൈൽ വിളിക്കുന്ന ഉണ്ടെന്ന് പറയരുത്, അറിയാൻ കേട്ടറിയുക. അപ്പൊ നമ്പർ ഇറക്കുന്നവൻ എവിടെ ചെല്ലും നിങ്ങൾ ഓർത്തു. അവനൊരു മുതൽക്കൂട്ടാണ് മൊബൈൽ സേവനദാതാക്കൾക്ക്. കാരണം അവനിങ്ങനെ ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ പരിധിക്കകത്തും പുറത്തും കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ജീവിതം അവസാനം സ്വിച്ച് ഓഫ് ആകും ഒരു തരത്തിൽ. സ്നേഹിക്കപ്പെട്ടവരെ, മക്കളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ നല്ലതാണ്. അത് അതിര് വിട്ട് കഴിയുമ്പോൾ ഈ മക്കൾ നിങ്ങൾക്ക് പ്രയോജനമില്ലാത്തവരാകും. ഒരമ്മയ്ക്ക് പഴയകാലത്ത് വേണ്ട 8 മക്കളാണുണ്ടായിരുന്നു. 7 മക്കൾ ബുദ്ധിമാന്മാരായിരുന്നു. ഒരു മകൻ മാത്രം അല്പം ബുദ്ധിയിൽ കുറവായിരുന്നു. അമ്മയ്ക്ക് ആദ്യ നാളുകളിൽ ഇവന്റെ വളർച്ചയിൽ സങ്കടമായിരുന്നു. ഇത്രയും ബുദ്ധിയുള്ള മക്കളുടെ നടുവിൽ ഈ ഒരു ബുദ്ധി കുറഞ്ഞ കൊച്ചനെ കുറിച്ച് പറയും, ഇവനൊരു പൊട്ടണമായ മറ്റു എന്തെങ്കിലും പദമായിരിക്കാം അമ്മ ഉപയോഗിച്ചില്ലെങ്കിൽ സമൂഹം പറയും. കാലങ്ങൾ മുന്നോട്ട് പോയി. ബുദ്ധിയുള്ള മക്കളെല്ലാം നല്ല വിജയികളും ഉന്നത സ്ഥാനികളുമായി വിവാഹിതരായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. ഈ ബുദ്ധിയില്ലാത്ത മകൻ കൃഷി കാര്യങ്ങളും അത്യാവശ്യം വീട്ടുകാര്യങ്ങളും പറമ്പിലെ കാര്യങ്ങളും ഒക്കെ നോക്കി കല്യാണം കഴിച്ച് ഈ അപ്പനെ അമ്മയെ നോക്കി. ആദ്യത്തെ സർട്ടിഫിക്കറ്റ് അമ്മ തിരുത്തി. ഒരു ബുദ്ധിയില്ലാത്ത മകനെ തന്നതിന് ദൈവത്തിന് സ്തുതി. കാരണം എന്താണ്? അവസാന സമയത്ത് വെള്ളം കുടിക്കാനും ശുശ്രൂഷിക്കാനും കരുതുവാനും ഒരു മകന്റെ സാന്നിധ്യം ഉണ്ടായി. അമേരിക്കയിലെ മക്കൾ കാശൊക്കെ കൊടുത്തു. പക്ഷേ ഹോം നേഴ്സിനാൽ ശുശ്രൂഷിക്കപ്പെടുന്ന ഈ ലോകത്ത് ഒരു മകന്റെ സ്നേഹം അനുഭവിക്കുവാൻ ഒരമ്മയ്ക്ക് പിന്നീട് ഇടയായി. അതുകൊണ്ട് നമ്മൾ സ്വാർത്ഥതയോടുകൂടെ പല കാഴ്ചപ്പാടുകളും ഉണ്ടാക്കാം. നമ്മുടെ ഈ സഹോദരി മക്കളുടെ അമ്മയുടെ ആഗ്രഹം പോസിറ്റീവ് സെൻസിൽ നമുക്ക് എടുക്കാം. എന്റെ കർത്താവേ, നിന്റെ ഇടത്തും വലത്തും എന്റെ മക്കൾ ഇരിക്കുവാനുള്ള ഭാഗ്യം തരണമേ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി, ജീവിതം ഭാഗ്യമുള്ളതായി. നമ്മുടെ കർത്താവിന്റെ കൂടെ നമുക്കൊരു 2 ചുവട് വെക്കാം. സക്കായി കർത്താവിന്റെ കൂടെ ഒരു 10 ചുവടങ്ങാണ്ട് വെച്ച് കാണും. സക്കായിയെ നമുക്കെല്ലാം അറിയാം. മരത്തെ അദ്ദേഹം ഇറങ്ങി വന്ന ആ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം. മരത്തേലിരുന്ന കർത്താവിനെ കണ്ടു. കർത്താവ് മുകളിലോട്ട് നോക്കി സക്കായിയെ കണ്ടു. ഇറങ്ങി വന്ന് വീട്ടിൽ പോവുകയാണ്.
ഒരത്തിയുടെ ചുവട്ടിൽ നിന്ന് ക്രിസ്തുവിന്റെ കൂടെ ചുവട് വെച്ച ഭവനത്തിലേക്ക് പോയപ്പോൾ ആ ചുവടുകൾ കാഴ്ചയിൽ നിന്ന് കാഴ്ചപ്പാടും ഉൾക്കാഴ്ചയിലേക്കും സക്കായിയെ ഉയർത്തി. ആ കാഴ്ചപ്പാടിനനുസരിച്ച് സക്കായി ഒരു നിലപാട് പറഞ്ഞു, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അതുവരെ ഒരു കെട്ടിടത്തിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ വലിയ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന സക്കായിയോട് കർത്താവ് ഉടൻ തന്നെ മറുപടി ആ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇവരും അബ്രാഹാമിന്റെ സന്തതി, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. രക്ഷയുള്ള, സമാധാനമുള്ള, സ്നേഹമുള്ള, അനുഗ്രഹമുള്ള ഒരു ഭവനമാണ് ഇന്ന് കാലഘട്ടത്തിന് ആവശ്യം. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, 16 മുറികളുള്ള CCTV നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് സ്ഥലം, ഒരു വിദേശ വ്യവസായിയുടെ ഭവനം. പക്ഷേ സംഘടിത ഒരു തസ്കര സമൂഹത്തിന് മുമ്പിൽ കൊല്ലപ്പെടുകയാണ്. കുടുംബാംഗങ്ങളെ ബന്ദികളാക്കി ഒരു മനുഷ്യൻ കൊല്ലപ്പെടുകയാണ്. അത് പകയുടെ ആയിരിക്കാം, നഷ്ടത്തിന്റെ മറ്റു കഥകളൊക്കെ ആകാം. ഇവിടെ കൊട്ടാര സദൃശമായ ഭവനങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ കൊച്ചു വീടായിരിക്കാം, വാർക്കയല്ലാതായിരിക്കാം, നിലകളില്ലാത്തതാകാം, എല്ലാവരും മക്കളെല്ലാവരും വന്നാൽ കിടക്കാൻ ഇടയില്ലാത്തതായിരിക്കാം. എനിക്കറിയാവുന്ന ഒരു വീടുണ്ട്, മക്കൾ 3 പേരും കൂടെ അവരുടെ ജീവിത പങ്കാളികളോടൊപ്പം വന്നാൽ തറ ടിക്കറ്റാണ് എല്ലാവർക്കും. ആ വീട് എനിക്ക് വളരെ പ്രിയപ്പെട്ട വീടാണ്. അതിസുന്ദരമായ ഒരു വീട് പണിയാൻ ദൈവം അതിന്റെ പ്ലാനും പദ്ധതി അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അത് പണിയാൻ ഒരാളെ ഏൽപ്പിച്ചു. എനിക്കതിൽ ഒത്തിരി സന്തോഷം, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ആ മക്കളും ആ മകനും മരുമക്കളും കൂടെ വന്നു കഴിയുമ്പോൾ ആണുങ്ങളെല്ലാം കൂടെ നിലത്ത്, പെണ്ണുങ്ങളെല്ലാം പിള്ളേരുമായിട്ട് വേറെ മുറിയിലുള്ള കട്ടിലേ കിടക്കണം. അളിയന്മാര്, ചേടത്തി ഭർത്താക്കന്മാര് ആ വീട്ടിൽ വന്ന് സന്തോഷം പങ്കിടുന്നതിന്റെ ദൃക്സാക്ഷിയും അതിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയുമായി ഞാൻ ആ കുടുംബത്തിന്റെ വളർച്ചയുടെ അതിന്റെ ഇപ്പോഴത്തെ സന്തോഷത്തിൽ ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം പറയട്ടെ. നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് നല്ലത് സ്വപ്നം കാണാം. അവർ വലിയവരാകട്ടെ, വിദ്യാഭ്യാസപരമായിട്ട് ഏതു നിലയിലും ഇരട്ടെ, പക്ഷെ അതോടൊപ്പം തന്നെ ഒരാഗ്രഹവും കൂടെ ഉണ്ടാകണം, കർത്താവിന്റെ വലത്തോ ഇടത്തോ ഇവൻ ഇരിക്കുവാനുള്ള ഭാഗ്യവും നൽകണമേ. ഞാൻ അവസാനിപ്പിക്കട്ടെ, സമയം കൃത്യം 8:30. ഇത്രയും സമയം എന്നെ കേട്ട ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ അമ്മയെ കുറിച്ചും അതിന്റെ പശ്ചാത്തലമൊക്കെ ഞാൻ ആമുഖമായി പറഞ്ഞു. സുപരിചിതായ അമ്മയെ ഞാൻ അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട്, അമ്മയുടെ സഹോദരിയായ ഈ സഭയുടെ കൊച്ചമ്മയെ നമുക്ക് വിളിക്കാവുന്ന 2 അപ്പോസ്തലന്മാരുടെ മാതൃത്വം, ശോഭയുള്ള ഹൃദ്യമായ ഒരു മാതൃത്വം ഇങ്ങനെ പറയുന്നു, എന്റെ കർത്താവേ, നിന്റെ ഇടത്തും വലത്തും എന്റെ മക്കൾ ഇരിക്കുവാൻ ഭാഗ്യം തരണമേ, കരുണ തോന്നണമേ. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അവസ്ഥാനം നമ്മൾ 5 പ്രാവശ്യം 4 പ്രാർത്ഥന ചൊല്ലി. ആ പ്രാർത്ഥന മക്കളെ ഓർത്തായിരിക്കട്ടെ, കുടുംബത്തെ ഓർത്ത്, തലമുറകളെ ഓർത്തായിരിക്കട്ടെ. വെല്ലുവിളികളും പ്രതിസന്ധികളും ഭീഷണികളും വല്ലാതെ പോകുന്ന ഈ ലോകത്തിന്റെ പാതയിലെ മാതൃത്വം ഈ നിലയിൽ ജീവിക്കട്ടെ. വംശനാശം നേരിടുന്ന ചില ജീവികളും ചില ചെടികളും ചില വൃക്ഷങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. വംശനാശം നേരിടുന്ന ഒരു സ്വഭാവമാണ് ദൈവമാതാവിലും അമ്മയുടെ സഹോദരിയിലും ഒക്കെ ഇന്ന് ലോകത്ത്. ഈ വംശനാശം നേരിടുന്ന സമൂഹത്തിലേക്ക് നമുക്കൂടെ പങ്കുചേരാം. നമ്മുടെ കർത്താവിന്റെ അമ്മ പറഞ്ഞതുപോലെ, ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം ഭവിക്കട്ടെ. അമ്മയുടെ സഹോദരി പറഞ്ഞു, എന്റെ മക്കൾ നിന്റെ ഇടത്തും ഇരിക്കട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിന് ചേരുന്ന പ്രാർത്ഥനകളെ രൂപപ്പെടുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേവാലയം നിങ്ങളെ അതിന് എല്ലാ ദൈവകൃപയുള്ളവരാക്കട്ടെ. ഈ നോമ്പ് അതിനിടയാക്കട്ടെ. ഈ പ്രാർത്ഥനാ സംഗമങ്ങൾ അതിനിടയാക്കട്ടെ. ബുധനാഴ്ചകളിലെ വ്രതജീവിതം ഇടയാക്കട്ടെ. സർവോപരി ഈ ദേവാലയത്തിന്റെ ആ പുരോഹിതന്മാരിൽ കൂടെ, ഇവിടുത്തെ സംഘടനകളിൽ കൂടെ, ഇവിടുത്തെ സൗകര്യങ്ങളിൽ കൂടെ, ഈ പാതാമണ്ഡം ചാപ്പലിന്റെ ചരിത്രത്തിന്റെ ഉയർച്ചകളിൽ പങ്കാളികളായിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവത്തിരുനാമം മോത്തപ്പെടട്ടെ. എല്ലാവരോടുമുള്ള എന്റെ സ്നേഹവും വളരെയധികം സന്തോഷവും നിങ്ങളെ കാണുവാനും ഇതുപോലെ നിങ്ങളോട് ഒത്ത് ഇത്രയും സംസാരിക്കുവാനും ഒക്കെ ഇടയാക്കിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കിനെ ചുരുക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ.